ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ കാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ 2026 രണ്ടാം പകുതി നിങ്ങൾക്ക് എങ്ങനെയാകും എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നിരിക്കുകയാണ് 2026. പിന്നെ ഈ റെസ്റ്റ് ഓഫ് 2026 നിങ്ങൾക്ക് എങ്ങനെയാകും, എന്താണ് ഒരു ഓവറോൾ എനർജി, ബ്ലെസ്സിങ്, ചാലഞ്ചസ്, ഗൈഡൻസ് ഒക്കെയാണ് നമ്മൾ ഈ റീഡിംഗിൽ നോക്കുന്നത്. ഒപ്പം ക്യാപ്ചർ ക്ലൂസും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് 1ന്റെ ചാം, ഇത് ഗ്രൂപ്പ് 2ന്റേത്, ഇത് ഗ്രൂപ്പ് 3. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ചാം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ രണ്ട് ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എന്ന് എപ്പോഴും ഓർക്കുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുന്നു. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നു നിങ്ങളുടെ ഒരു ഇന്നത്തെ 2022 രണ്ടാം പകുതി ഒരു ഓവറോൾ എനർജി എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് ബ്ലെസ്സിങ്സും ചാലഞ്ചസും ഗൈഡൻസും നോക്കിയിട്ടാണ് നമ്മൾ റീഡിംഗ് കൺക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് 2026 രണ്ടാം പകുതിയിലത്തെ ഓവറോൾ എനർജി എങ്ങനെയാകും? 2026 രണ്ടാം പകുതിയുടെ ഓവറോൾ എനർജി ഗ്രൂപ്പ് 1ന്. Clarify the 3 of Swords. Clarify the 10 of Wands. Clarify the Page of Wands. Clarify the Page of Wands. Clarify the Page of Wands. Thank you. Clarify the Emperor. Okay. അണ്ടർലൈൻ എനർജി 6 ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു എംപവർമെന്റ് ആണ് എനിക്ക് 2026 സെക്കൻഡ് ഹാഫിൽ ഒരു ഓവറോൾ എനർജി ആയിട്ട് കിട്ടുന്നത്. നിങ്ങൾ ഒരു ഹീലിംഗ് സംഭവിക്കുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹാർട്ട് ബ്രേക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ ആ ഒരു പാസ്റ്റ് എനർജിയിൽ നിങ്ങൾ ഇപ്പോഴും ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴും അതിൽ തന്നെ ആയിരിക്കുന്നുണ്ടെങ്കിൽ അത് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ സെക്കൻഡ് ഹാഫ്. ഓക്കെ, അപ്പോൾ 2026 സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ ആ ഒരു എനർജി എന്ത് തന്നെയാണെങ്കിലും അതിനെ റിലീസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതായത് അതിനെ ഉപേക്ഷിച്ച്, കാരണം അത് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു എനർജീനെ ഹോൾഡ് ഓൺ ചെയ്യുന്നത് ആ ഒരു മുന്നോട്ടുള്ള പാതയിൽ കൂടുതൽ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അങ്ങനെ ആ ഒരു ചില എന്താ പറയാ, നിങ്ങൾക്ക് അത്ര വേദന ഉണ്ടാക്കിയിട്ടുള്ള ചില പാസ്റ്റ് എനർജീസ് ഒക്കെ, ചില പാസ്റ്റ് സിറ്റുവേഷൻസിനോട് നിങ്ങൾ പൂർണ്ണമായിട്ട് യാത്ര പറയുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു എനർജി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ കൂടാതെ ചെറിയ ചില ഒരു എന്താ പറയണ്ടേ അവസാനങ്ങൾ ഉണ്ട്. ഓക്കെ, ചെറിയ ചില അധ്യായങ്ങളൊക്കെ അവസാനിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഈ അവസാനിച്ചു പോകുന്ന അധ്യായങ്ങൾ അല്ലെങ്കിൽ എനർജീസ്, നിങ്ങളെ വിട്ടുപോകുന്ന ഊർജ്ജങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് മുന്നോട്ടുള്ള ജീവിതത്തിന് നിങ്ങൾക്ക് കൂടുതൽ മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ അത് കൂടുതൽ ദുഷ്കരമാക്കുന്ന, കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഊർജ്ജങ്ങളാണ്. ഓക്കെ, അതുകൊണ്ടാണ് യൂണിവേഴ്സ് അതിനെ ഇപ്പോഴേ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുക. പിന്നെ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ചെറിയ ചില വിഷമങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ചെറുതായിട്ട്. അതിങ്ങനെ വലിയ ഒരു ഹാർട്ട് ബ്രേക്ക് അങ്ങനെയല്ല എനിക്ക് കിട്ടുന്നത്, ടെമ്പററി ആണ് എന്ന് കാണുന്നു. നിങ്ങൾ ആ ഒരു ചെറിയ ചില വിഷമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന ഒരു എനർജി, പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിൽ റിക്കവർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും മനസ്സിലാക്കണം, നിങ്ങൾക്ക് നല്ലതല്ലാത്തതാണ് നിങ്ങളെ വിട്ടുപോകുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ കൂടുതൽ ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആകുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ഇന്നിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് എനിക്ക് നിങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക സംഗീതമൊക്കെ പഠിക്കുന്ന ഒരാളൊക്കെയാണ്. അത് ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ഒരു തെറാപ്പി പോലെ, നിങ്ങൾക്ക് തന്നെ ഒരു മെഡിറ്റേഷൻ പോലെയാണ് നിങ്ങൾ ആ ഒരു സമയം കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത് കാണുന്നു.
ആ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കൂടുതൽ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുന്നു. ആ തിരിച്ചറിവോടെയാണ് നിങ്ങൾ അതിനായിട്ട് സമയം കണ്ടെത്തുന്നതും. മാത്രമല്ല നിങ്ങൾ കൂടുതൽ ജീവിതം ആസ്വദിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ ഒരു സറണ്ടറിങ് എനർജിയിലായിരിക്കാൻ ഈ ഒരു പെർട്ടിക്കുലർ ആർട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കല എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു കലയിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതിനായി സമയം കണ്ടെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഒരു കൺട്രോൾ ഉണ്ട്. ഓക്കെ, അനാവശ്യ ചിന്തകളൊന്നും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ചിന്തകളിലൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ സബ് കോൺഷ്യസിനെ നിങ്ങൾ വളരെയധികം കെയർഫുള്ളി ആണ് നിങ്ങൾ സബ് കോൺഷ്യസിലേക്ക് നിങ്ങൾ നൽകുന്ന ഓരോ ഫീഡ്, ഓക്കെ, ഓരോ കമാൻഡ്സ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. വളരെയധികം ഒരു പ്ലാൻഡ് ആയിട്ട് നിങ്ങൾ ആയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യങ്ങൾ കുറെ കൂടെ പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് എനിക്ക് നിങ്ങളിൽ സെക്കൻഡ് ഹാഫിൽ കാണാനായിട്ട് സാധിക്കണേ. ഓക്കെ, clarify the Seven of Swords. കണ്ടോ, നിങ്ങൾ വളരെ മൈൻഡ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കും എന്ന് കാണുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ അതിൽ തന്നെയായിരിക്കും നിങ്ങളുടെ കൂടുതൽ ശ്രദ്ധ ആയിരിക്കുക. ഓക്കെ, കുറേ കൂടെ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കരിയർ വൈസ്, ഫൈനാൻസ് വൈസ് ഒക്കെ നിങ്ങൾക്ക് കുറേ കൂടെ ഒരു സ്റ്റെബിലിറ്റി കൈവരുന്നതായിട്ട് കാണുന്നുണ്ട്. കുറേ കൂടെ ഒരു സ്റ്റേബിൾ സെക്യൂർ പൊസിഷനിൽ നിങ്ങൾ എത്തുന്നതായിട്ട് കാണുന്നു. അത് നിങ്ങളെ കൂടുതൽ ഗ്രൗണ്ടഡ് ആയിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി. നിങ്ങളുടേതായ ചില പ്രധാനപ്പെട്ട ചില നേട്ടങ്ങൾ, ചില വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ബ്രേക്ക് ത്രൂ മൊമെന്റ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഈ സെക്കൻഡ് ഹാഫിൽ ഒരു മേജർ ബ്രേക്ക് ത്രൂ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ്. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്ന ഒരു ഈ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫ്രഷ് ചാപ്റ്റർ തുറക്കുന്നതാണ്. ആ ഫ്രഷ് ചാപ്റ്റർ ആണ് നിങ്ങളെ സംബന്ധിച്ചുള്ള ബ്രേക്ക് ത്രൂ. ഓക്കെ, ഈ ഒരു ഫ്രഷ് ചാപ്റ്ററിൽ നിങ്ങൾ കൂടുതൽ ഫ്രീ ആകുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ലൈഫ് കൂടുതൽ എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ഒരുപാട് എന്താ പറയുക, സാധ്യതകളുള്ള ഒരു ലോകത്തിലേക്കാണ് കടക്കുന്നത്. ഒരുപാട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അവസരങ്ങളുള്ള ലോകത്തിലേക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഫ്ലറിഷ് ചെയ്യാൻ, നിങ്ങൾക്ക് ഉന്നതികളിൽ എത്താൻ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു റിയാലിറ്റിയിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾ വളരെയധികം അതിൽ ഹാപ്പി ആയിരിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ലൈഫ് ഒരുപാട് എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾ തന്നെയായിട്ടിരിക്കാൻ ഒരു ഹീലിംഗ് നിങ്ങളിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ ഒരു നെഗറ്റീവ് എനർജീസ് നിങ്ങളുടെ ഉള്ളിലുണ്ടോ, ഷാഡോ സൈഡ് ഒക്കെ നിങ്ങളുടെ ഒരുപാട് ഹീൽ ആകുന്നതായിട്ടും റിലീസ് ആകുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു ചേഞ്ച് നിങ്ങൾക്കുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഓവറോൾ എനർജി. ഇങ്ങനെയാണ് നമുക്കൊരു എനർജി കിട്ടുന്നത്. ഇനി മേജർ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇപ്പൊ 2026 രണ്ടാം പകുതിയിൽ ഗ്രൂപ്പ് 1 തേടി എത്തുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? അപ്രതീക്ഷിതമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. അതായത് നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത, നേരത്തെ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയാണ് ഈ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയർ, ഫൈനാൻസ് മേഖലയിൽ നിങ്ങൾ ആദ്യം ഒരു കാര്യത്തിനായിട്ട് ശ്രമിക്കും, പക്ഷെ അത് കിട്ടില്ല. അപ്പൊ അതിലൊരു വിഷമിച്ചിരിക്കുമ്പോൾ അതിനേക്കാൾ മികച്ചത് നിങ്ങളെ തേടി വരും. മറ്റേത് നിങ്ങൾ ശ്രമിച്ച് നിങ്ങൾ കണ്ടെത്താൻ നിങ്ങളാണ് അങ്ങോട്ട് ആക്ഷൻ എടുത്ത് പ്രൊആക്റ്റീവ് ആയിട്ട് നിന്ന് അതിലേക്ക് എത്താൻ ശ്രമിച്ചിരുന്നത്. പക്ഷെ അത് കിട്ടാതെ പോകുമ്പോൾ നിങ്ങൾക്കൊരു നിരാശ ഉണ്ടാവും. പക്ഷെ പെട്ടെന്ന് തന്നെ എന്താ പറയാ, അതിന് മികച്ച ഒരു എന്താ പറയാ കാര്യം, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതിനേക്കാൾ മികച്ചത് നിങ്ങളിലേക്ക് വരിക, നിങ്ങളെ തേടി വരിക. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ, പുതിയ അറിവുകൾ നേടാൻ ഒക്കെ നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുന്നതായിട്ട് കാണുന്നു. യാത്ര, റീലൊക്കേഷൻ, അതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. പൊതുവെ ജീവിതത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രസ്. ഒക്കെ ഈ പ്രോഗ്രസ് ഒക്കെ പെർമനന്റ് ആണ്. എന്തൊക്കെ മാറ്റങ്ങളാണോ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഈ സെക്കൻഡ് ഹാഫിൽ, അത് നിങ്ങളുടെ ജീവിതത്തിലെ പെർമനന്റ് ചേഞ്ചസ് ആണ്. അത് കുറച്ച് നാളത്തേക്ക് ഉണ്ടാകുന്ന ഒരു പ്രോഗ്രസ്സോ ചേഞ്ചോ അല്ല. ഓക്കെ, യെസ്, നിങ്ങൾ കൂടുതൽ അറിവ് നേടുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടുതൽ നിങ്ങൾക്ക് അറിവ് നേടുക ഇൻ ദ സെൻസ് നിങ്ങൾ കൂടുതൽ ഒരു സോളിഡ് ഫൗണ്ടേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളിൽ കൂടുതൽ എന്താ പറയുക, നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആകുന്ന രീതിയിൽ ഒരു സോളിഡ് ഫൗണ്ടേഷൻ, അത് കൂടുതൽ എനിക്ക് നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടാണ് കാണുന്നത്.
ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ സെക്യൂർ ജോബ് ലഭിക്കുന്നതായിരിക്കാം. ഓക്കെ, അതൊന്ന് അറേഞ്ച് ചെയ്യട്ടെ. കൂടുതൽ പണം നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നതായിരിക്കാം. എന്താണെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് കാണുന്നു. നിങ്ങൾ കുറേയും കൂടെ കോൺഫിഡൻ്റ് ആകുന്നത്, നിങ്ങളുടെ പവർ, നിങ്ങളുടെ ആ ഒരു ട്രൂ സ്കിൽ ഒക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ കുറേയും കൂടെ ഒരു ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറേയും കൂടെ ഒരു പവർഫുൾ പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നു. യെസ്, ഡെഫിനറ്റ്ലി കരിയർ സ്റ്റെബിലിറ്റി, ലൈഫിൽ മൊത്തത്തിലൊരു സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി വരുന്നുണ്ട്. ഓക്കെ, അബണ്ടൻസ്, നിങ്ങൾ ലൈഫിൽ കുറേയും കൂടി ഡിസിപ്ലിൻ ആകുന്നു. ഇമോഷണലി ആയിക്കോട്ടെ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി വൈസ് ഒക്കെ നിങ്ങൾക്കൊരു പവർ, ഒരു സെർട്ടൻ എമൗണ്ട് ഓഫ് പവർ, സെർട്ടൻ എമൗണ്ട് ഓഫ് സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. നിങ്ങൾ ഇമോഷണലി ഫുൾഫിൽഡ് ആകുന്നതായിട്ട് കാണുന്നു. ഇമോഷണലി നിങ്ങൾ സ്റ്റേബിൾ ആകുന്നതായിട്ട് കാണുന്നു. ഒരുപാട് ഹാപ്പിനെസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ എനർജി കുറേ കൂടെ ജെന്റിൽ ആവുന്നുണ്ട്. നിങ്ങൾ കുറേ കൂടെ കമ്പാഷനേറ്റ് ആകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഗ്രൗണ്ടഡ് ആകുന്നു. നിങ്ങളുടെ ലൈഫിൽ കുറേ കൂടെ ഡിസിപ്ലിൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സെക്യൂരിറ്റി, വെൽത്ത് ക്രിയേഷൻ, അബണ്ടൻസ്, അതിന്റെ ഒക്കെ ഒരു സാധ്യത കാണുന്നു. കരിയർ വൈസും ആ ഒരു സ്റ്റെഡിനെസ്, ഒരു സെക്യൂരിറ്റി ഒക്കെ വരുന്നതായിട്ട് കാണുന്നു. സ്റ്റെബിലിറ്റി വരുന്നതായിട്ട് കാണുന്നു. പിന്നെ നിങ്ങളുടെ ട്രൂ പവർ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ആ പവറിലായിരിക്കുകയാണ്. നിങ്ങൾ എന്താണ്, നിങ്ങൾ എന്ത് ഡിസേർവ് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് തിരിച്ചറിഞ്ഞ് വളരെ ഒരു കുറെ കൂടെ സ്ട്രോങ്ങർ, കുറെ കൂടെ എംപവേർഡ് ആകുന്നതായിട്ട് കാണുന്നു. നമുക്ക് ആ എനർജിനെയാണ് ഫസ്റ്റ് കിട്ടിയത്. ഓക്കെ, ഒരു സെർട്ടൻ ലെവൽ ഓഫ് എംപവർമെന്റ് നിങ്ങളിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ എന്താ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കുറെ കൂടെ കാര്യങ്ങൾ പഠിക്കുന്നു, നിങ്ങൾ കുറെ കൂടെ സ്കിൽ ഡെവലപ്മെന്റ്, അപ്പൊ നിങ്ങളുടെ ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ട് ചില സ്കിൽ ഒക്കെ നിങ്ങൾ കുറെ കൂടെ അത് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അപ്ഗ്രേഡ് ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. പിന്നെ ലൈഫിൽ മാറ്റങ്ങൾ, അഗെയിൻ ഏസ് ഓഫ് സോർഡ്സ്. ഓക്കെ, ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. എന്താ പറയാ, പുതിയ എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. വിക്ടറീസ്, ഓക്കെ, വിജയങ്ങൾ, നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നു. ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നു. പിന്നെ പൊതുവേ നിങ്ങളെ ലൈഫിൽ കുറേയും കൂടെ ഇപ്പോൾ അതിനേക്കാളും വളരെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ലെവലിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ പറഞ്ഞ പോലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള പെട്ടെന്നുള്ള മാറ്റങ്ങൾ, മൂവ്മെന്റ്, ഓക്കെ, യാത്ര, ഓക്കെ, വിമാനയാത്ര, അതിനൊക്കെ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഈ വരുന്ന മാറ്റങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതൊക്കെ സ്റ്റേബിൾ, പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. പെർമനന്റ് ആയിട്ടുള്ള പ്രോഗ്രസ് ആണ് വരുന്നത്. പെർമനന്റ് ആയിട്ടുള്ള എക്സ്പാൻഷൻ ആണ് സംഭവിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സ്. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതൊന്ന് പക്ഷെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിനേക്കാൾ മികച്ചതായിരിക്കും. ആ ഒരു ലെവലാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പൊതുവെ ഒരു മൊത്തത്തിൽ നിങ്ങളൊരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത്. പുതിയൊരു ഘട്ടത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു. ലൈഫിൽ കുറേയും കൂടെ നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്കൊരു സംതൃപ്തി തരുന്ന, കുറേയും കൂടെ നിങ്ങൾ നേടിയെടുത്തു എന്ന് നിങ്ങൾക്ക് അത്രയും തോന്നൽ തരുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് 2026 സെക്കൻഡ് ഹാഫിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ചാലഞ്ചസ് ആണ് നോക്കാനുള്ളത്. എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഗ്രൂപ്പ് 1-ന് 2026 സെക്കൻഡ് ഹാഫിൽ എക്സ്പെക്ട് ചെയ്യാവുന്നത്? ഓക്കെ, ചാലഞ്ച് ഇൻ ദ സെൻസ് പെട്ടെന്നുള്ള മാറ്റങ്ങൾ. ഞാൻ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ, അതായത് നിങ്ങളിപ്പോൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ മാനിഫെസ്റ്റഡ് ആകാൻ, നിങ്ങളുടെ റിയാലിറ്റിയുടെ ഭാഗമാകാൻ ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതിനെല്ലാം ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് റെഡി ആവണം. അതാണ് ഒരു മേജർ ആയിട്ട് ഒരു ചാലഞ്ച് കാണുന്നത്. അത് നിങ്ങളൊന്ന് കുറച്ചൊന്ന് ഓവർവെൽം ചെയ്യാം. ഓക്കെ, നിങ്ങളിങ്ങനെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് റിയാലിറ്റി ആയി മാറുമ്പോൾ നിങ്ങൾ കുറേയും കൂടെ ബിസി ആകുന്നു, കുറേയും കൂടെ ഒക്യുപ്പൈഡ് ആകുന്നു. ഓക്കെ, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിച്ച മാറ്റങ്ങളെല്ലാം വരുമ്പോൾ അതിനോടനുസരിച്ച് നിങ്ങളും ആക്ഷൻസ് എടുത്ത് മുന്നോട്ട് പോകണമല്ലോ. അത് നിങ്ങളെ ഒരു ചെറിയ രീതിയിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും അവിടെ, പക്ഷെ അതേ രീതിയിൽ ആ ഒരു പരിചയക്കുറവ്, അത് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു പരിചയക്കുറവ് നിങ്ങൾക്കൊരു ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കാം. അതാണ് കാണുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ പല ചേഞ്ചസും അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ബ്ലൂ ചേഞ്ചസ് ആയിരിക്കും നടക്കുക. അപ്പൊ ആ ഒരു സർപ്രൈസസ്, ഓക്കെ, യൂണിവേഴ്സ് പെട്ടെന്ന് മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനോട് കോപ്പ് അപ്പ് ചെയ്യാൻ, അതിനോടൊന്ന് പൊരുത്തപ്പെടാൻ നിങ്ങൾക്ക് കുറച്ച് സമയം വേണ്ടതായിട്ട് വരും. എസ്പെഷ്യലി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു വേൾഡ് കാർഡിൽ പുതിയ എനർജീസ് വരുന്നു, സെലിബ്രേഷൻസ്. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേരത്തെ നിങ്ങൾക്ക് സെലിബ്രേഷൻസ്, ഗുഡ് ന്യൂസസ് റിസീവ് ചെയ്യുന്നു. അതായത് അത് നിങ്ങൾ അത് സ്വീകരിക്കാൻ പ്രിപ്പയർഡ് ആയിരിക്കില്ല. അതാണ് എനർജി.
ഈ വരുന്ന നല്ല മാറ്റങ്ങൾ അത് അൺഎക്സ്പെക്റ്റഡ് ആകുന്നത് മെയിൻ ആയിട്ട് നിങ്ങൾ അത് സ്വീകരിക്കാൻ പ്രിപ്പയർഡ് ആയിരിക്കില്ല. നിങ്ങൾക്ക് ആഗ്രഹമുള്ള മാറ്റങ്ങളാണ്, പക്ഷെ നിങ്ങൾ അത് സ്വീകരിക്കാൻ പ്രിപ്പയർഡ് ആയിരിക്കില്ല. അപ്പൊ നിങ്ങളൊന്ന് അവിടെ ഒന്ന് പകയ്ക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു എന്താണ് ഇനി സംഭവിക്കുക എന്നറിയാനായിട്ടൊരു ത്വര വളരെ കൂടുതലായിരിക്കും. അത് ആ ഒരു ട്രസ്റ്റിംഗ് ദ അൺനോൺ. ഓക്കെ, യൂണിവേഴ്സിനെ അറിയാം, യൂണിവേഴ്സ് അത് കൃത്യസമയത്ത് കൊണ്ടുവന്നോളും എന്ന ഒരു വിശ്വാസത്തിൽ ഇരിക്കാൻ നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അത് മെയിൻ ആയിട്ടും പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലായി ഇനി മറ്റേത് ഇനി എന്താണോ സംഭവിക്കുക, ഇന്ന കാര്യമാണോ സംഭവിക്കുക, ഇന്നതാണോ സംഭവിക്കുക, ഒരു ക്ലൂ കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് ഉണ്ടാകുന്ന ഇംപേഷ്യൻസ്, അതാണ് എനിക്ക് ഇവിടെ കിട്ടുന്ന എനർജി. ഓക്കെ. അതുപോലെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്, ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റീസ് വളരെയധികം സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ഇൻറ്റ്യൂട്ടീവ് എബിലിറ്റീസിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന മെസ്സേജസ്, കൺഫർമേഷൻസ് അതൊന്ന് വിശ്വസിക്കാനൊക്കെ നിങ്ങൾ കുറച്ചൊന്ന് ആദ്യം ഒന്ന് ബുദ്ധിമുട്ടും. കാരണം നിങ്ങൾക്ക് സൈക്കിക് എബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവില്ല ഇപ്പോൾ, അല്ലെങ്കിൽ അത് അത്രയും സ്ട്രോങ് ആയിരിക്കില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ എന്താ സംഭവിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറേം കൂടെ സ്ട്രോങ്ങർ ആകുന്നു. നിങ്ങളുടെ എന്താ പറയണ്ടേ, സൈക്കിക് എബിലിറ്റീസ് കുറേം കൂടെ സ്ട്രോങ്ങർ ആകുന്നുണ്ട്. കുറേം കൂടെ ക്ലിയർ ആയിട്ട് യൂണിവേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പം അതൊന്ന് അതിനോട് അഗെയിൻ പൊരുത്തപ്പെടാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ സമയം വേണ്ടി വരും. നിങ്ങൾ അതിനോട് പൊരുത്തപ്പെടാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ പല സമയങ്ങളിലും നിങ്ങളുടെ ഹാർട്ട് എന്താണ് പറയുന്നത്, ഓക്കെ, നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ട്. അവിടെ ആ ഹൃദയം പറയുന്നത് കേട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ അനാവശ്യമായിട്ട് അവിടെ ലോജിക്ക് കുതികയറ്റാനായിട്ട് ശ്രമിക്കും. അതായത് നിങ്ങൾ എന്താ പറയാ, ലോജിക്കലി ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അതുവരെ ലോജിക്കലി ചിന്തിക്കുന്ന ഒരാളെ ആയിരിക്കില്ല. ഓക്കെ, കൂടുതലും നിങ്ങൾക്ക് കിട്ടുന്ന സയൻസ്, സിൻക്രണസിറ്റീസ് ഇതിനൊക്കെ വിശ്വസിച്ച് പോകുന്ന ഒരാളാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ കിട്ടുന്ന സയൻസ്, നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് എബിലിറ്റീസ്, നിങ്ങളുടെ ഗട്ട് ഫീലിംഗ്, നിങ്ങളുടെ ഹാർട്ടിനെ ഒക്കെ എന്താ പറയാ കേട്ട് മുന്നോട്ട് പോകേണ്ടത്, അപ്പോ ആ മുന്നോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്ത് നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ടാകാം നിങ്ങൾ അപ്പോൾ അനാവശ്യമായിട്ട് ലോജിക്കലി ചിന്തിക്കുമ്പോൾ, അങ്ങനെയല്ലല്ലോ, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അത് ശരിയാവില്ലല്ലോ, അങ്ങനെ വിചാരിച്ച് അങ്ങനെ ഒരു എക്സ്ക്യൂസസ് കണ്ടെത്തിയിട്ട് ആ ഒരു ഹൃദയം പറയുന്നത് കേട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ഒന്ന് മടിക്കും. ഓക്കെ, അതും ഒരു ചാലഞ്ച് ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക്. ഓക്കെ, നിങ്ങൾ അനാവശ്യമായിട്ട് ജനറസ് ആവുന്നതായിട്ട് കാണുന്നു. അനാവശ്യമായിട്ട് ജനറസ് ആകുന്നുണ്ട്. അനാവശ്യമായിട്ടാണ് ജനറസ് ആവുന്നത്. ഓക്കെ, അതായത് ആക്ച്വലി നിങ്ങൾ അത്ര ജനറസ് ആകണം എന്ന് ചോദിച്ചാൽ വേണ്ട. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ടെൻഡൻസി, ഓക്കെ, വല്ലാത്ത ഒരു ഉദാര മനസ്സ്, അങ്ങനെ ആകാൻ സാരമില്ല, പ്രശ്നമില്ല. നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ക്ഷമിക്കാനും ഒക്കെ ഒരു മനസ്സ്. പക്ഷെ നിങ്ങൾ വന്ന വഴി, നിങ്ങൾക്കുണ്ടായ കഷ്ടപ്പാടുകളൊന്നും മറന്നു പോകാൻ പാടില്ല. ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ചുറ്റുമുള്ളവരായിട്ടും യൂണിവേഴ്സുമായിട്ടും ഒക്കെ ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ടിരിക്കാൻ നിങ്ങൾ കുറച്ചൊന്ന് പാടുപെടുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ അൺനോൺ, ഓക്കെ, വരാനിരിക്കുന്നത് എന്താണ് എന്ന് അറിയാനൊരു അക്ഷമ ഉണ്ടാകും, ഒരു ക്ഷമ കുറവൊക്കെ ഉണ്ടാകുമ്പം അതിന്റെ ഭാഗമായിട്ട് അനാവശ്യമായിട്ടുള്ള ചിന്തകള്, ടെൻഷൻസ്, കാര്യങ്ങള്, ഓക്കെ, പിന്നെ ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പ്രസന്റ് മൊമെന്റിൽ ആയിരിക്കാം കൂടുതൽ സമയം ഒരു ഗ്രൗണ്ടഡ് എനർജി തന്നെയാണ്. പക്ഷേ നല്ല നല്ല മാറ്റങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ കുറച്ചൊന്ന് ആ ഒരു പ്രസന്റ് മൊമെന്റിൽ നിന്ന് ആ ഒരു ഗ്രൗണ്ടഡ് എനർജി ഒക്കെ ഒന്ന് മാറാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നൊന്ന് തെന്നിപ്പോവാനൊക്കെ ഒരു സാധ്യതയുണ്ട്. കൂടുതലും ഇങ്ങനെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാനൊക്കെ ഒരു ടെൻഡൻസി ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. പക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉടനടി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കോൺഷ്യസിനെ എന്ത് ചെയ്യണം, ഇവിടെ ഈ പ്രസന്റ് മൊമെന്റിലേക്ക് കൊണ്ടുവരണം. ഒതന്റിക് വേർഷനിലായിരിക്കാൻ പറയുന്നു. അഗെയിൻ നിങ്ങളുടെ ഒതന്റിക് വേർഷനിലായിരിക്കുമ്പോൾ ഈ പറയുന്ന പോലെ എല്ലാവരുടെയും ഒരു പ്രിയപ്പെട്ട കഥാപാത്രം ആയിരിക്കില്ല നിങ്ങൾ. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഒതന്റിക് സെൽഫിലായിരിക്കും. എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ ഇതാണ് ഞാൻ, എന്താ പറയാ, എല്ലാവരും പ്ലേസ് ചെയ്യാനൊന്നും ഇതിന് കിട്ടില്ല, ഇങ്ങനത്തെ ഒക്കെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഇപ്പോൾ. പക്ഷേ ഈ പറയുന്ന പോലെ ലൈഫിൽ ഇപ്പം സെക്കൻഡ് ഹാഫിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പല പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അനാവശ്യമായിട്ടുള്ള ഒരു ഉദാര മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. അപ്പം മറ്റുള്ളവരെ മുഷിപ്പിക്കേണ്ട, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട, അല്ലെങ്കിൽ അവർക്ക് വെറുതെ എന്തിനാ ഒരു ഓക്വേർഡ് സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ആക്ച്വലി പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ആക്ച്വലി ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. അത് നിങ്ങളുടെ ഒതന്റിക് സെൽഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം. പക്ഷെ നിങ്ങൾ അയ്യോ അത് അവർക്ക് ഇഷ്ടമായില്ലെങ്കിലോ, ഞാൻ പറഞ്ഞ അവർക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്
ആ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാനും സംസാരിക്കാനൊക്കെ ഒരു ടെൻഡൻസി, ഒരു പീപ്പിൾ പ്ലീസിങ് എനർജി അനാവശ്യമായിട്ട് കടന്നു വരുന്നതായിട്ട് കാണുന്നു. ശ്രദ്ധിക്കാം. ഓക്കെ. പിന്നെ അതുപോലെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, എല്ലാം കൂടെ ഒരുമിച്ച് സംഭവിക്കുകയാണല്ലോ, അല്ലെങ്കിൽ ഇത്തരം മാറ്റങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു അനാവശ്യ ഭയം, ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഈ മാറ്റം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുക. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കാം. ഒരു കമ്പാഷൻ എനർജി, ബി കൈൻഡ് ടു യുവർ സെൽഫ്. ത്രൂ ഔട്ട് ഈ സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹവും കരുണയും കാണിക്കേണ്ടത് നിങ്ങളോടാണ്. പിന്നെ അതുപോലെ തന്നെ സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കാം. ഓക്കെ, സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കണം. ഈ മാറ്റങ്ങളും ഒക്കെ സംഭവിക്കുന്നത് കൊണ്ടായിരിക്കാം ചില സമയങ്ങളിൽ നിങ്ങൾ കുറച്ച് പെട്ടെന്ന് ട്രിഗേർഡ് ആവാം, അല്ലെങ്കിൽ കുറച്ചൊന്ന് എന്താ പറയാ സ്ട്രെസ്ഡ് ആവാൻ, ആ സ്ട്രെസ്സിന്റെ പുറത്ത് ചില ആർഗ്യുമെന്റ്സിനൊക്കെ ഒരു സാധ്യത, കോൺഫ്ലിക്ട്സിനൊക്കെ ഒരു സാധ്യതയുണ്ട്. എന്തോരം ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായാലും, എന്തൊക്കെ കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻ ഉണ്ടായാലും ചിലപ്പോൾ എല്ലാവർക്കും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ഡൈജസ്റ്റ് ആവണമെന്നില്ല. അപ്പോൾ ചിലവരെ അത് ട്രിഗർ ചെയ്യുമ്പോൾ അവര് നിങ്ങൾ തെറ്റാണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാം. അവിടെ നിങ്ങളുടെ ക്ഷമ നശിക്കാൻ പാടില്ല. അവരത് പറയുന്നത് അവർ ഹീൽഡ് അല്ലാത്തത് കൊണ്ടാണ്, അവർ ട്രിഗർഡ് ആകുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണം. കാരണം നിങ്ങൾ എത്രത്തോളം സ്പിരിച്വലി അവെയർ ആകുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ആ സ്പിരിച്വൽ അവെയർനെസ് നിങ്ങൾക്ക് ഈ സെക്കൻഡ് ഹാഫിൽ മുന്നോട്ട് പോകുന്തോറും നിങ്ങൾക്ക് അത് കൂടി വരിക ചെയ്യണത്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ആ ഒരു സ്പിരിച്വൽ ലെവൽ, അവരെവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ റെസ്പോണ്ട് ചെയ്യുന്നത്. മനസ്സിലാക്കിക്കൊണ്ട് മെച്ചോർ ആയിട്ട് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, ആർഗ്യൂ ചെയ്ത് നിങ്ങളുടെ ഭാഗം ശരിയാണെന്ന് അവര് സമ്മതിച്ചേണ്ട ആവശ്യമില്ല, അല്ലെ? നിങ്ങളുടെ ഭാഗം ശരിയാണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അതിനുള്ള കൺഫർമേഷൻ യൂണിവേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ എക്സ്റ്റേണൽ വാലിഡേഷന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട, അതിനായിട്ട് നിങ്ങൾ ആർഗ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുക, സമാധാനത്തോടെ സംസാരിക്കാൻ ശ്രമിക്കുക, സമാധാനത്തോടെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാം. നിങ്ങൾക്ക് അത്രയും ട്രിഗർ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങളെ അത്രയും ഫ്രസ്ട്രേറ്റ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനെ ആ സിറ്റുവേഷനിൽ സൈലൻസ് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറുക. നിങ്ങളുടെ സമാധാനത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ, മജീഷ്യൻ എനർജിയാണ് കാണുന്നത്. അപ്പൊ ഈ സെക്കൻഡ് ഹാഫ് എങ്ങനെ ആകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അത്തരം ചിന്തകൾ പ്രോത്സാഹിപ്പിക്കുക, അത്തരം കാര്യങ്ങൾ സംസാരിക്കുക, ബെസ്റ്റ് കേസ് സിനാരിയോസ് തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഗൈഡൻസ്, ഈ സെക്കൻഡ് ഹാഫിലേക്കുള്ള നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്. അപ്പൊ നമ്മളൊരു പുതിയ ഡെക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇതിന്റെ പേര് എത്തീരിയൽ ബ്ലൂ ടാറോ എന്നാണ്. ഇത് AI ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡെക്കാണ് കേട്ടോ. അതിലങ്ങനെ ഇപ്പൊ അതുകൊണ്ട് നമുക്ക് പിക്ചേഴ്സ് കാണുമ്പോൾ ഡിഫറെന്റ് മീനിങ് ആണെന്നൊക്കെ തോന്നിയാലും ഡിഫറെന്റ് മീനിങ്സ് ഒന്നുമല്ല, സാധാരണ ഒരു ബുക്കാണ് ഇതിന്റെ കൂടെ വരുന്നത്. ബുക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് അതിന്റെ കൂടെ വന്ന ബുക്ക്, ടാരോട്ട് ഗൈഡ് ബുക്ക് എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് നമ്മുടെ റൈഡർ വൈറ്റിന്റെ തന്നെയാണ്. കണ്ടോ, Ace of Pentacles, an opportunity will soon arrive for you to increase material wealth, health. സെയിം മീനിങ് തന്നെയാണ്. ഇതിലെ പിക്ചേഴ്സ് മാത്രം അവരൊന്ന് കുറച്ചൊരു ഡിഫറെന്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ളൂ. അത് AI ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് നമുക്ക് കാണുമ്പോൾ അറിയാം, ആ പിക്ചേഴ്സ് കാണുമ്പോൾ അറിയാം. അത്യാവശ്യം AI ഒക്കെ യൂസ് ചെയ്യുന്നവർക്കും ഇത് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡിഫറെന്റ്, അതായത് റൈഡർ വൈറ്റ് മീനിങ്ങിൽ തന്നെയുള്ള പക്ഷെ ഒരു ഡിഫറെന്റ് പിക്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു ഡിഫറെന്റ് ഇല്ലസ്ട്രേഷൻ ഉള്ള കാർഡ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, എനിക്ക് തന്നെ ഡിഫറെന്റ് ഇല്ലസ്ട്രേഷൻസ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. പിന്നെ ഇങ്ങനെ റീഡിങ്സ് ഒരുപാട് ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ കാർഡ്സ് ഉണ്ടാകുന്നത് എപ്പോഴും യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ കുറച്ച് കാർഡുകളുള്ളിൽ ചില വേഗം നാശമായി പോകാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഇതിന്റെ റേറ്റും കുറവാണ്, 699 ആണ് ആമസോണിൽ ഇതിന്റെ റേറ്റ് ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാങ്ങാം, എത്തീരിയൽ ബ്ലൂ ടാറോ. അപ്പൊ നമുക്ക് ഗൈഡൻസ് നോക്കാം. എന്താണ് ഗ്രൂപ്പ് 1-ന് അവര് 2026 സെക്കൻഡ് ഹാഫിലേക്കായിട്ട് യൂണിവേഴ്സിന് നൽകാനുള്ള ഇമ്പോർട്ടൻറ്റ് ഗൈഡൻസസ്. ഇത് ട്യൂണിംഗ് ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ലിസൺ ടു ദ സൈൻസ്. യൂണിവേഴ്സ് ത്രൂ ഔട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ത്രൂ സൈൻസ്, സിങ്ക്രനിസിറ്റീസ്. ഓക്കെ, ശ്രദ്ധിക്കുക, എന്താണ് യൂണിവേഴ്സ് അതിലൂടെ നിങ്ങളോട് അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സമയമാണ് സെക്കൻഡ് ഹാഫ്. അത് എപ്പോഴാണ് ഹെൽപ്ഫുൾ ആകുക? നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്ത് അതിനനുസരിച്ച് ആക്ഷൻസ് എടുക്കുമ്പോൾ, അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആകുക. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. ഓക്കെ, വാവ്.
സ്പിരിച്വൽ പ്രാക്ടീസസിൽ കൂടുതൽ ഇൻവോൾവ് ആകാൻ പറയുന്നു. ഇനി നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ എന്തെങ്കിലും സ്പിരിച്വൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൺസിസ്റ്റന്റ് ആക്കാൻ പറയുന്നുണ്ട്. സ്പിരിച്വൽ വിസ്ഡം അല്ലെങ്കിൽ സ്പിരിച്വൽ നോളേജ് ഒക്കെ കൂടുതൽ അക്വയർ ചെയ്യാൻ നിങ്ങളോട് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, എത്രത്തോളം നിങ്ങൾക്ക് യൂണിവേഴ്സുമായിട്ട് ക്ലോസ് ആയിരിക്കാൻ സാധിക്കുമോ, നിങ്ങൾ വിളിക്കുന്ന ഒരു എൻറ്റിറ്റി, നിങ്ങൾ വിളിക്കുന്ന ആ ഒരു ശക്തി, ആ ശക്തിയുമായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ടിരിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്കത് ബെനിഫിഷ്യൽ ആയിരിക്കും ഈ ഒരു സെക്കൻഡ് ഹാഫിൽ. മേജർ ട്രാൻസ്ഫോർമേഷൻ, ഒരു റീഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റിന്റെ സമയമാണ് 2026 രണ്ടാം പകുതി നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു ടേണിംഗ് പോയിന്റിന് വേണ്ടി തയ്യാറാകാൻ പറയുന്നു. നിങ്ങൾ ചെയ്യുന്ന ഓരോ കർമാസ്, ഓക്കെ, അതിന്റെ ഒക്കെ നിങ്ങൾക്ക് ഔട്ട്കം അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഗുഡ് കർമാസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് കിട്ടിയ കാർഡ് നോക്കൂ, ജസ്റ്റിസ്. ഓക്കെ, എപ്പോഴും ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഫെയർ ആണ് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, സത്യം മാത്രം പറയാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ട് അസത്യങ്ങൾ പറയരുത് എന്ന് പറയുന്നു. വെറുതെ പോലും പറയരുത്. മാക്സിമം ഓണസ്റ്റി കീപ്പ് ചെയ്യുക. കാരണം ഒരിക്കലും ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മറക്കാൻ 100 കള്ളങ്ങൾ പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ അത് വേണ്ട എന്ന് നിങ്ങളോട് പ്രത്യേകം പറയുന്നുണ്ട്. നിങ്ങൾ ഓണസ്റ്റ് ആയിട്ടിരിക്കുക. ഓണസ്റ്റ് ആയിരിക്കുമ്പോൾ അപ്പോൾ ചില ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നാലും ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് അത് ഗുണകരമായിരിക്കും. അപ്പോൾ അത് എപ്പോഴും ഓർക്കുക. നിങ്ങൾ എപ്പോഴും ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക, നേരായ വഴി കൂടെ മുന്നോട്ട് പോകുക. എഗെയിൻ നിങ്ങളുടെ സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, പലരും വഴക്കുണ്ടാക്കാനും അല്ലെങ്കിൽ നിങ്ങളെ ട്രിഗർ ചെയ്യാനും ഒക്കെ ശ്രമിക്കും. അതിലേക്കൊന്ന് വീണ് പോകാതിരിക്കുക. കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോവുക, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണോ ആ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാനും വഴി കാട്ടാനും നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി യൂണിവേഴ്സ് നിങ്ങളുമായി കണക്ട് ആകുന്നതാണ്. യൂണിവേഴ്സ് അതോടൊപ്പം കുറെ സയൻസ്, സിങ്ക്രനിസിറ്റീസ് നിങ്ങളുടെ ഔട്ടർ വേൾഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അതൊക്കെ ഫോളോ ചെയ്ത് വളരെ മൈൻഡ്ഫുൾ ആയിട്ട്, ഗ്രൗണ്ടഡ് ആയിട്ട്, യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ട് മുന്നോട്ട് പോകുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഫുള്ളി ഫോക്കസ് ചെയ്ത് പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. നിങ്ങൾ എന്തായാലും ലൈഫിൽ നല്ല ഒരു രീതിയിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് 2026ന്റെ സെക്കൻഡ് ഹാഫ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ക്യാപ്സ്യൂൾ ക്ലൂസിൽ ഒരു ക്ലൂ എങ്കിലും നിങ്ങളുമായി കണക്ട് ചെയ്യുന്നതായിരിക്കണം. അപ്പോഴാണ് ഈ ഗ്രൂപ്പ് നിങ്ങളുടേതാകുക. ഒറ്റ ക്ലൂ നിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് വേണം, ബാക്കി 2 ഗ്രൂപ്പ്സിൽ റീഡിംഗ് കാണുക. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, പ്രധാനപ്പെട്ട തീയതികൾ നമുക്ക് നോക്കാം. 8, 12, 18, 30. അപ്പോൾ ഇത് നിങ്ങളുടെ ജനന തീയതി ഉണ്ടാവും. ഈ തീയതികൾ ഈ സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇടവ മാസം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ രാശികൾ കിട്ടിയിട്ടുള്ളത് വൃശ്ചികം രാശി, കർക്കിടകം രാശി, തുലാം രാശി. ഓക്കെ, ഈ പറയുന്ന സോഡിയാക് സയൻസിന്റെ സീസൺസ്, അതുപോലെ ഇടവ മാസം, ഇതൊക്കെ നിങ്ങളുമായി കണക്ട് ചെയ്യുന്നുണ്ടാവും. അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ പൈലാണെന്നുള്ളതിന്റെ കൺഫർമേഷൻ ആണ്. പക്ഷെ ഇത് ഒരു ടൈം ക്ലൂസ് ആയിട്ട് എടുക്കുക. സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട സമയം, പ്രധാനപ്പെട്ട സോഡിയാക് സീസൺസ്, തീയതികൾ ഇങ്ങനെ എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നക്ഷത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. മകം, അശ്വതി, ചിത്തിര, പൂരാടം, രേവതി, ഉത്രട്ടാതി. ഇനി നമുക്ക് അക്ഷരങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നെയിം, നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം തുടങ്ങുന്ന അക്ഷരങ്ങൾ, നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഐ, അ, ഭ, ങ, ഥ, ര,
ങ്, ആ, ഠ, ർ, ഘ, ച, ഇ, ഉ, ഉ, ഓ, ധ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ റീഡിംഗിലൂടെ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. വളരെ നല്ല ഒരു സെക്കൻഡ് ഹാഫ് 2026 ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, മഴക്കാലമായ കാരണം ഇരുട്ടാവുക പെട്ടെന്ന്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ക്യാമറയുടെ തന്നെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങളുടെ 2026 രണ്ടാം പകുതിയുടെ ഓവറോൾ എനർജി എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 2-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് 2026 രണ്ടാം പകുതിയുടെ ഓവറോൾ എനർജി എങ്ങനെയാകും? ഓക്കെ, നമുക്ക് ക്യൂൺ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ക്ലാരിഫൈ ദ ക്യൂൺ ഓഫ് കപ്സ്. 10 of wands. Clarify. 10 of wands. Clarify the 10 of wands. Knight of wands. Clarify the Knight of wands. Clarify the Knight of wands. Okay. Three of Swords. The Fool. ഒരു ഫ്രീഡം എനർജി എനിക്ക് കിട്ടുന്നു. ഓക്കെ, നിങ്ങൾ ഫ്രീ ആകുന്നുണ്ട് കുറെ ഇമോഷണൽ ബേർഡൻസിൽ നിന്ന്, ചില പാസ്റ്റ് വൂൺസ്. ഓക്കെ, ചില പാസ്റ്റിൽ നിന്ന് നിങ്ങളെ ഹോണ്ട് ചെയ്യുന്ന ചില പാസ്റ്റ് ഉണ്ട്. അതായത് നിങ്ങളെങ്ങനെ പിന്തുടരുക, നിങ്ങൾ എത്ര ഹീൽ ആവാൻ ശ്രമിച്ചാലും എത്ര ഓവർകം ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങളിൽ നിന്ന് വിട്ടുപോകാത്ത ചില പാസ്റ്റ് എനർജീസ് ഉണ്ട്. ആ പാസ്റ്റ് എനർജീസിൽ നിന്നും അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ചില ഇമോഷണൽ ബേർഡൻസ് ഉണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾ ഒരു സ്വാതന്ത്ര്യം ഈ ഒരു 2026 രണ്ടാം പകുതിയിൽ അനുഭവിച്ചു തുടങ്ങും. അപ്പൊ അതൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ കുറേയും കൂടെ ലൈഫിൽ അഡ്വഞ്ചറസ് ആകുന്നതായിട്ട് കാണുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഒരു സേഫ്റ്റി സൈഡ് അല്ലെങ്കിൽ സേഫ്റ്റി പ്ലേസ് ഉണ്ട്. ഈ ഒരു സേഫ്റ്റി പ്ലേസിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ അവിടെ തന്നെയാണ് എപ്പോഴും ആയിരിക്കുന്നത്. നിങ്ങൾ അവിടെ നിന്ന് മാറുന്നില്ല. നിങ്ങൾ ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ വളരെ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അത് മാറുന്നു. നിങ്ങൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കുന്നു. നിങ്ങളുടെ ആ ഒരു സേഫ് സോണിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുന്നു. നിങ്ങൾ കൂടുതൽ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്ത് മാക്സിമം ഓരോ ദിവസവും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജി. ഓക്കെ, വരാനിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ആശങ്ക ഞാൻ കാണുന്നില്ല. കഴിഞ്ഞു പോയതിനെ കുറിച്ചും നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു എന്താ പറയണ്ടേ, അതിലേക്കും നിങ്ങളുടെ ശ്രദ്ധ പോകുന്നില്ല. നിങ്ങൾ പ്രസന്റ് മൊമെന്റ് അത് ഏറ്റവും ബ്യൂട്ടിഫുൾ എങ്ങനെ ആക്കാം എന്നുള്ളതിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. Clarify the Fool. യെസ്, കണ്ടോ, നിങ്ങൾക്ക് ഇമോഷണൽ ഡ്രെയിനേജ് ഉണ്ടാക്കുന്ന, നിങ്ങൾക്ക് ഇമോഷണലി അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന, നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയാ, നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സമാധാനം സ്വസ്ഥത നശിപ്പിക്കുന്ന എല്ലാ ഊർജങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട്. അത് വ്യക്തികളോ സാഹചര്യങ്ങളോ എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുന്നുണ്ട്. നിങ്ങളാണ് സ്വയം അതൊക്കെ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ഒതന്റിക് വേർഷനിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ നിങ്ങളുടെ ട്രൂ വേർഷനിൽ തന്നെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, യെസ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനായിട്ട് ഒരു സാധ്യത ഈ ഒരു സമയത്ത് നമുക്ക് കാണുന്നുണ്ട്. ഈ സെക്കൻഡ് ഹാഫിൽ
ഡിവൈൻ ടൈമിംഗ് അനുസരിച്ച്, ഡിവൈൻ പ്ലാൻ അനുസരിച്ച് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന്റെ ഭാഗമാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനൊക്കെ തയ്യാറായിരിക്കുക. ഓക്കെ, കുറേം കൂടെ ഒരു ഭാഗ്യം തുണയ്ക്കുന്ന ഒരു സമയമാണ് 2022 രണ്ടാം പകുതി എന്ന് നമുക്ക് കാണുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ വേറൊരു നാട്ടിലേക്ക് എന്താ പറയാ യാത്ര ചെയ്യാൻ, അവിടേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ നിങ്ങൾ പുതിയൊരു ഘട്ടത്തിലേക്ക്, പുതിയൊരു യാഥാർത്ഥ്യത്തിലേക്ക് ചുവടുവയ്ക്കുന്ന ഒരു സമയം കൂടിയാണ് 2022 രണ്ടാം പകുതി. അണ്ടർലൈങ് എനർജി 9 of Cups ആണ്. ഓക്കെ, നിങ്ങൾ കുറേം കൂടെ ഒരു സംതൃപ്തി നിറഞ്ഞ ജീവിതമാണ് നിങ്ങൾക്കായിരിക്കാം ഈ ഒരു 2022 രണ്ടാം പകുതി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സംതൃപ്തി ലഭിക്കണമെങ്കിൽ ഇപ്പൊ എന്തൊക്കെയാണോ നിങ്ങൾക്ക് സംതൃപ്തി ഇല്ലാതെ ആക്കുന്നത്, ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തി തരാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണോ ആ കാരണങ്ങളൊക്കെ മാറുകയാണ്, അതൊക്കെ ഇല്ലാതാവാണ്. അപ്പോഴാണ് നമുക്ക് സംതൃപ്തി ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംതൃപ്തി നിങ്ങൾ കൂടുതൽ ലൈഫിൽ അനുഭവിക്കുന്ന, ലൈഫ് കൂടുതൽ നിങ്ങൾ ആസ്വദിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ 2026 രണ്ടാം പകുതി. ആ ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. നിങ്ങളെ ഡ്രെയിൻ ചെയ്യുന്നു, നിങ്ങളെ ഇമോഷണലി നിങ്ങൾക്ക് ബേർഡൻ ആയി മാറുന്നു എന്ന് തോന്നുന്ന എല്ലാ ഊർജങ്ങളെയും നിങ്ങളായിട്ട് ഉപേക്ഷിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളായിട്ടാണ് അതിനെ ഉപേക്ഷിക്കുന്നത്. ഇത് എനിക്ക് നല്ലതല്ല എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളാണ് അതിനെ ഉപേക്ഷിക്കുന്നത്. ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഹീലിംഗ് സംഭവിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ഹീൽഡ് ആകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മുൻപ് ഈ ഒരു പ്രസന്റ് മൊമെന്റിലായിരിക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടിയിരുന്നത്, നിങ്ങൾക്ക് എപ്പോഴും ഒരു ഭയം, എന്താണ് സംഭവിക്കുക, ഇനി എന്താണ് വരാൻ പോണത്, ഞാൻ ഇതിനൊക്കെ തയ്യാറാകണം, അങ്ങനെ ഒരു ഭയം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആ ഭയം കംപ്ലീറ്റ്ലി മാറിയിട്ട് ഇപ്പൊ നിങ്ങൾ ആ ഒരു പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് ലൈഫ് നന്നായിരിക്കും, ലൈഫ് എപ്പോഴും ബ്യൂട്ടിഫുൾ ആകും, ആ ഒരു തോട്ട് നിങ്ങൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ലൈഫ് എൻജോയ് ചെയ്ത് പോകുന്ന ഒരു സമയമാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ. ഓക്കെ, സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ കുറേയും കൂടെ ആ ഒരു ഇമോഷണലി യു വിൽ ബി ഫീലിംഗ് യുവർ ഓൺ കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ സ്വയം ആ ഒരു സന്തോഷവും സമാധാനം നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നിങ്ങളോടൊപ്പം തന്നെ ആയിരുന്നു കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷവും സംതൃപ്തിയും നിങ്ങൾ അനുഭവിക്കുകയാണ്. ഓക്കെ, വേറൊരാളെ നിങ്ങൾ ആശ്രയിക്കുന്നില്ല സന്തോഷത്തിന് വേണ്ടിയിട്ട്, സംതൃപ്തിക്ക് വേണ്ടിയിട്ട്. വേറൊരാളുടെ സാമീപ്യവും വേറൊരാളുടെ സാന്നിധ്യവും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് നിങ്ങൾ സ്വയം നിങ്ങളിൽ തന്നെ നിങ്ങൾ കണ്ടെത്തുന്നു. നിങ്ങൾ അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു സമയം, ഒരു ഹെൽത്തി ചേഞ്ച് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു സമയമാണ് 2026 സെക്കൻഡ് ഹാഫ്. ഓക്കെ, നിങ്ങളിലും നിങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബ്ലെസ്സിങ്സ് നോക്കാം. എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് 2026 രണ്ടാം പകുതിയിൽ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിനെ തേടിയെത്താനായിട്ട് പോകുന്നത്? നമുക്ക് ആദ്യം തന്നെ ഡെവിൾ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ക്ലാരിഫൈ ദ ഡെവിൾ. നിങ്ങളുടെ ചേഞ്ച് ആണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഇത് ഡെവിൾ അല്ലേ. നെക്സ്റ്റ് കാർഡ് നോക്കൂ, എംപറസ്. ആ ഒരു നെഗറ്റിവിറ്റി, ഉള്ളിലുള്ള ദേഷ്യം, ഫ്രസ്ട്രേഷൻ, വളരെ സ്ട്രോങ് ആയിട്ട് കൺട്രോളിങ് ആയി നിൽക്കുന്ന ഷാഡോ സെൽഫ്, പിന്നെ അനാവശ്യമായിട്ടുള്ള അൺഹെൽത്തി അറ്റാച്ച്മെന്റ്സ്, ഓക്കെ, സെൽഫ് ഇമ്പോസ്ഡ് റെസ്ട്രിക്ഷൻസ്, ഇതിൽ നിന്നെല്ലാം പുറത്ത് കടന്ന് നിങ്ങൾ കുറേയും കൂടെ ഒരു ഫുൾഫിൽഡ് ആയിട്ടുള്ള, കുറേയും കൂടെ ഒരു ഹെൽത്തി ഹീൽഡ് ആയിട്ടുള്ള, വളരെ നേർച്ചറിങ് ആയിട്ടുള്ള ഒരു അബണ്ടന്റ് എനർജിയിലേക്ക് നിങ്ങൾ മാറുകയാണ്. ആ ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് നിങ്ങൾ എത്തുകയാണ്. എസ്പെഷ്യലി നിങ്ങളിൽ ആരെങ്കിലും ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് എത്തണം എന്ന ആ ഒരു ഇന്റൻഷനോട് കൂടെ നിങ്ങൾ ആക്ടിവിറ്റീസ്, എന്തെങ്കിലും സ്പിരിച്വൽ ആക്ടിവിറ്റീസോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ സീ ദ റിസൾട്ട്. അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ പറ്റും. നിങ്ങളിൽ ആ ചേഞ്ചസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ മാറ്റങ്ങൾ ഇപ്പോഴേ തുടങ്ങിയെന്ന് അർത്ഥം. കാരണം നമ്മളിപ്പോൾ സെക്കൻഡ് ഹാഫിലാണ്. പിന്നെ കുറേയും കൂടെ ഡിവൈൻ ടൈമിംഗ് അനുസരിച്ചിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. കുറേ ഡിവൈൻ പ്ലാൻസ്, യൂണിവേഴ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചില ഡിവൈൻ പ്ലാൻസ് ഉണ്ട്. അത് ആ ഡിവൈൻ ടൈമിംഗിൽ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സ്. അത് സെക്കൻഡ് ഹാഫിലാണ് സംഭവിക്കുന്നത്. നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുന്നതായിട്ട് കാണുന്നു. ജീവിതത്തിൽ കുറേയും കൂടെ നിങ്ങൾക്കൊരു സമാധാനവും സ്വസ്ഥതയും നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു എന്താ പറയുക, ഇപ്പൊ ജീവിതത്തിന് ഒരു പർപ്പസ് ഇല്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ആ ഒരു പർപ്പസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്കൊരു ലക്ഷ്യബോധവും ഒക്കെ ഉണ്ടാവുന്നു. അതൊക്കെ വെച്ച് നിങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിരിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ വളരെയധികം ഒരു എന്താ പറയണ്ടേ, കോൺഫിഡന്റ് ആകുന്നുണ്ട്. നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് എനർജിയിലേക്ക് നിങ്ങൾ ഉയരുന്നുണ്ട്. ഒരു വിഷനോട് കൂടെ ഒക്കെ നിങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നു. കുറേം കൂടെ നിങ്ങളൊരു എന്താ പറയാ, ഒരു റെസ്പെക്ട് ഒക്കെ ആളുകളിൽ നിന്ന് സ്വീകരിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു വളർച്ച ഉണ്ടാവുന്നുണ്ട്. ആളുകളെ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഓണർ, ഒരു എന്താ പറയണ്ടേ, ഒരു തരത്തിലുള്ള ഒരു ഗ്രേസ്ഫുൾനെസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ വളരെയധികം കോൺഫിഡന്റ് ആകുന്നതായിട്ട് കാണുന്നു. വാവ്,
എന്താണിത്? കിങ് ആൻഡ് ക്യൂൺ ഓഫ് വാൻസ് ഇവിടെ ഒരുമിച്ചുണ്ടല്ലോ. വേൾഡ്. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടും ഈ സെക്കൻഡ് ഹാഫിലാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടും ഈ സെക്കൻഡ് ഹാഫിലാണ്. വാവ്, അണ്ടർലൈൻ കാർഡ് ഇഷ്ടപ്പെട്ടു. ലവേഴ്സ് അതാവും, അത് തന്നെയാണ് സാധ്യത കാണുന്നത് ഡെഫിനറ്റ്ലി. അപ്പൊ നിങ്ങള് എസ്പെഷ്യലി കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. ഉടനടി അങ്ങനെ സംഭവിക്കും, ഞാൻ ഒന്നും ചെയ്യണ്ടെന്ന് വെച്ചിരുന്നാൽ ശരിയാവില്ല. നിങ്ങൾ ഓൾറെഡി ഫ്യൂച്ചർ സ്പൗസിനെ, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ അതിനായിട്ട് ഹീലിംഗ് പ്രാക്ടീസസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ എന്നിൽ നിന്ന് റീഡിംഗ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക്കലി ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ഒരു മുടക്കം വരുത്താതെ കൺസിസ്റ്റന്റ് ആയി ചെയ്യുന്നുണ്ട്. അല്ല, നിങ്ങളായിട്ട് തന്നെ ഏതെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എടുത്തിട്ട് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഹെൽത്തി റിലേഷൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ് എടുക്കുന്നു ഒരു പൂർണ്ണ വിശ്വാസത്തോടെ, അതേസമയം ഒരു ഡിറ്റാച്ച്മെന്റോടെ. ഓക്കെ, എപ്പോ വരും, എന്ന് വരും, എപ്പോഴാണ് സംഭവിക്കുക, അങ്ങനെയൊന്നും നോക്കിയിരിക്കാതെ അതിന്റെ റൈറ്റ് ടൈമിൽ നടന്നോളും. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യുന്നു, ബാക്കിയെല്ലാം യൂണിവേഴ്സ് നോക്കിക്കോളും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ, അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി നിന്നുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് ഈ മാസം ഞാൻ പറഞ്ഞു. ഓക്കെ, ചിലപ്പോൾ ജൂണിൽ നിങ്ങൾ കാണാട്ടോ, അത് ഒരു കഥ. അല്ലെങ്കിൽ നിങ്ങൾ ഈ 2026 സെക്കൻഡ് ഹാഫിൽ എപ്പോഴാണ് റീഡിംഗ് കാണുന്നത്, ആ മന്ത് ഏതാണെന്ന് നോക്കുക. ആ മന്തിൽ നിങ്ങൾ ഈ വ്യക്തിയെ കാണാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും നല്ല പറയണേ, പക്ഷെ ക്ലൂസ് ആണ് ഇതൊക്കെ. ഈ സെക്കൻഡ് ഹാഫിൽ ഫോർ ഷുവർ 2026 സെക്കൻഡ് ഹാഫിൽ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നതിന്, നിങ്ങളുടെ ഫിസിക്കൽ റിയാലിറ്റിയിലുമായി ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നതിന് ഉള്ള സാധ്യത കാണുന്നു. ആ ഒരു ഡിവൈൻ യൂണിയൻ എന്നുള്ള സാധ്യത കാണുന്നു. ഓക്കെ, ആ വ്യക്തി നിങ്ങളുടെ റിയാലിറ്റിയുടെ ഭാഗമാകാണ്. നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ ഭാഗമായിട്ട് മാറുന്ന ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട് 2026 സെക്കൻഡ് ഹാഫിൽ. അപ്പോൾ അതിന് തയ്യാറായിട്ടിരിക്കാം. കൂടുതൽ അതുപോലെ തന്നെ യാത്ര, റീലൊക്കേഷൻ എനിക്ക് വീണ്ടും കിട്ടുന്നു. പറഞ്ഞ പോലെ ഓവർസീസ് ട്രാവലിന് സാധ്യത കാണുന്നുണ്ട്. കൂടുതൽ റെക്കഗ്നിഷൻ, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും റെക്കഗ്നിഷൻ, പോപ്പുലാരിറ്റി ഒക്കെ കിട്ടുന്ന കാര്യം, അങ്ങനെ എന്തെങ്കിലും ഒരു ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റെക്കഗ്നിഷൻ കിട്ടുന്നു, കൂടുതൽ പോപ്പുലർ ആകുന്നു, ഫെയിം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സക്സസ് നിങ്ങൾ തേടിയെത്തുന്നു, കുറേ കൂടെ ഫുൾഫിൽമെന്റ് നിങ്ങൾ ലൈഫിൽ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടേതായ നോട്ടബിൾ ആയിട്ടുള്ള ചില ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ നേട്ടങ്ങൾ, നിങ്ങളുടെ അധ്വാനത്തിലൂടെ നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ അത് നേടിയെടുക്കുന്നുണ്ട് നിങ്ങൾ എന്ന് കാണുന്നു. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റിഫ് കോമ്പറ്റീഷൻ, സ്ട്രോങ് കോമ്പറ്റീഷൻ ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കോമ്പറ്റീഷൻ ഒക്കെ നിങ്ങൾ സക്സസ്ഫുള്ളി നിങ്ങൾ അത് ഓവർകം ചെയ്ത് നിങ്ങൾ അത് നേടിയെടുക്കുന്നുണ്ട് എന്ന് കാണുന്നു. നിങ്ങൾ കുറേയും കൂടെ നിങ്ങളിലേക്ക് എന്താ പറയുക, നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് കുറേയും കൂടെ സ്ട്രോങ് ആയിരിക്കും. മാത്രമല്ല നിങ്ങൾ കുറേ കൂടെ ഫോക്കസ്ഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പെട്ടെന്നൊന്നും ഡിസ്ട്രാക്റ്റഡ് ആകുന്നില്ല, കുറെ ഫോക്കസ്ഡ് ആകുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ആ ഒരു ട്രൂ പവറിലേക്ക് നിങ്ങൾ മാറുന്ന ഒരു നിങ്ങളുടെ ട്രൂ പവർ എനിക്ക് കൂടുതലും കിട്ടുന്നത് ആ ഡിവൈൻ ഫെമിനിൻ എനർജിയാണ്. ആ ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് നിങ്ങൾ കംപ്ലീറ്റ്ലി എത്തിച്ചേരുന്ന ഒരു സമയമാണ് ഈ ഒരു സെക്കൻഡ് ഹാഫ്. അണ്ടർലൈങ് എനർജി വീണ്ടും നോക്കുക, 10 of Cups. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഹാപ്പിലി എവർ ആഫ്റ്റർ നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്നാവും കടന്നു വരിക. എസ്പെഷ്യലി നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഈ സെക്കൻഡ് ഹാഫിൽ വളരെ പെട്ടെന്ന് ആണ് വരുന്നത് എന്ന് കാണുന്നു. അപ്പോൾ റെഡി ആയിരിക്കുക. നിങ്ങൾ ആ ഒരു ഓപ്പൺ റിസെപ്റ്റീവ് എനർജിയിൽ തന്നെ ആയിരിക്കും. എന്തുതന്നെയാണെങ്കിലും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു ഗ്ലോ അപ്പ് ഉണ്ടാകുന്നുണ്ട് ഫോർ ഷുവർ. നിങ്ങളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിൽ കാര്യമായ ഇംപ്രൂവ്മെന്റ്, കാര്യമായ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ കോൺഫിഡൻസ് അത് ഒരുപാട് കൂട്ടുന്നതായിട്ട് കാണുന്നു. പിന്നെ നിങ്ങൾ എന്ന വ്യക്തിയിലും നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റിയിലും ഒക്കെ ഒരു പോസിറ്റീവ് അപ്ഗ്രേഡ്, ഓക്കെ, ഒരു പോസിറ്റീവ് ചേഞ്ച്, നിങ്ങളുടെ ആ ഒരു ആക്ഷൻസ്, നിങ്ങളെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്ന രീതി, നിങ്ങളുടെ ഒരു ഇന്ററാക്ഷൻ, ഇതിലൊക്കെ ഒരു കാര്യമായ ഒരു ഷിഫ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഒരു വളരെ കോൺഫിഡന്റ്, നിങ്ങളെ തന്നെ ഒരു കോൺഫിഡന്റ് വേർഷനിലേക്കാണ് നിങ്ങൾ മാറുന്നത്. വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള, വളരെ ബ്രേവ് ആയിട്ടുള്ള ഒരു വേർഷനിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് എനർജിയാണ് എനിക്ക് അത് കിട്ടുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തൊരു കോമ്പറ്റീഷൻ നിങ്ങൾ എസ്പെഷ്യലി ഇപ്പൊ എന്തെങ്കിലും കോമ്പറ്റീഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനോട് കടന്നു പോകുകയാണെങ്കിൽ അവിടെ നിങ്ങൾ വിക്ടോറിയസ് ആകുന്നതായിട്ട്, ആ ചാലഞ്ച് നിങ്ങൾ വിജയകരമായിട്ട് മറികടക്കുന്നതായിട്ട് കാണുന്നു. ആ ചാലഞ്ച് വിജയകരമായിട്ട് നിങ്ങൾ പൂർത്തിയാക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷൻ സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു സെക്കൻഡ് ഹാഫിൽ വളരെയധികം ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. കൂടുതലും നിങ്ങൾ
നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ ആ ഒരു ഇന്നർ ഗൈഡൻസിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഏതൊരു കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുത്താലും നിങ്ങളുടെ ഫുൾ ഫോക്കസ് അതിൽ തന്നെയായിരിക്കും. നിങ്ങളവിടെ എന്താ പറയാ ഒരു പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആകുന്നില്ല. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ കറേജിയസ് ആയിട്ട് വളരെ ഒരു ഡിറ്റർമിനേഷനോട് കൂടെ ഒരു ഒരു മറ്റുള്ളവരിൽ ഒരു ഈ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒക്കെ നടത്തിക്കൊണ്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഞാൻ കാണുന്നത്. അങ്ങനത്തെ ഒരു ചേഞ്ച് നിങ്ങളിൽ സംഭവിക്കുന്നുണ്ട് ഈ സെക്കൻഡ് ഹാഫിൽ. ഓക്കെ, അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഉന്നതിക്കും ഇവിടെ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. കാരണം നമുക്ക് എംപ്രസ് കാർഡ് എന്ന് പറയുമ്പോൾ അത് സമൃദ്ധിയെ കാണിക്കുന്ന കാർഡാണ്. സമൃദ്ധിയെ സൂചിപ്പിക്കുന്ന ടാരോലത്തെ കാർഡാണ് എംപ്രസ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ സമ്പത്ത് ഉണ്ടാകുക, ഐശ്വര്യം വർദ്ധിക്കുക, ലക്ഷ്മി സാന്നിധ്യം ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഈ ഒരു സെക്കൻഡ് ഹാഫിൽ അതിനുള്ള സാധ്യതയും കാണുന്നു. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളെ തേടിയെത്തുന്ന പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ. ഓക്കെ, അപ്പൊ മൊത്തത്തിലൊരു സംതൃപ്തി, നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് സംതൃപ്തി തരുന്ന ഒരു സമയം എല്ലാം കൊണ്ടും. ഓക്കെ, ഈ ഒരു സെക്കൻഡ് ഹാഫ് അതാണ് എനർജി നമുക്ക് കിട്ടുന്നത്. ഇനി എന്തൊക്കെ ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് നോക്കാം. ചാലഞ്ചസ് 3 of Cups ആണ് കിട്ടിയിരിക്കണേ. നോക്കാം. ക്ലാരിഫൈ ദ 3 of Cups. Clarify the 3 of Cups. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സിലൂടെ, സോൾ ട്രൈബിലൂടെ നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് അതാത് സമയങ്ങളിൽ നിങ്ങൾക്ക് വരും, നിങ്ങളിലേക്ക് വരും. അപ്പൊ നിങ്ങളൊരു ഹൈപ്പർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണ്ട സമയത്ത്, ഓക്കെ, നിങ്ങൾക്കൊരു താങ്ങ് വേണ്ടുന്ന സമയത്ത് ആരും സപ്പോർട്ട് ചെയ്യാനില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് അതൊക്കെ ഹാൻഡിൽ ചെയ്ത് അതൊക്കെ മറികടന്ന് വന്നിട്ടുള്ള ഒരാളായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ എന്താ ഇപ്പൊ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് അങ്ങനെ ആരും വേണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് കാര്യം ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യും എന്നുള്ള ഒരു എനർജി ഉണ്ട്. അഹങ്കാരം ഒന്നുമല്ലത്, കാരണം നിങ്ങൾ അത് ശീലിച്ചു പോയി. മനസ്സിലായോ? അപ്പോ പക്ഷേ ഈ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അവരിലൂടെ ചിലപ്പോൾ ചില സഹായങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർ ചില സപ്പോർട്ട് നൽകിക്കൊണ്ടൊക്കെ ആയിരിക്കും ഈ ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരിക. അല്ലെങ്കിൽ ഇവർ കടന്നു വന്നതിന് ശേഷം ഇവരായിട്ട് ഇനീഷ്യേറ്റ് ചെയ്ത് ചില സപ്പോർട്ട്, ചില സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് ഓഫർ ചെയ്യും. പക്ഷെ അത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നിങ്ങൾ ഈ ഒരു ഹൈപ്പർ ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആയ കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു മാറ്റം, പെട്ടെന്ന് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു, പെട്ടെന്ന് ആളുകൾ നിങ്ങൾക്ക് കെയറിങ് കാണിക്കുമ്പോൾ അതിനോടൊന്ന് പൊരുത്തപ്പെടാൻ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടും. നിങ്ങളത് റിജക്റ്റ് ചെയ്യാനൊക്കെ ഒരു ടെൻഡൻസി ഉണ്ട്. അതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച്. ഓക്കെ, ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ് നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളവിടെ ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കണം. പിന്നെ സഡൻ ഷിഫ്റ്റ്, സഡൻ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു സമയമാണ് സെക്കൻഡ് ഹാഫ്. സറണ്ടർ ചെയ്യുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഓപ്ഷൻ. എന്തൊരു ഡിസിഷൻ എടുക്കുമ്പോഴും ധൃതി വെച്ച് ഡിസിഷൻ എടുക്കാനോ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിൽ ഡിസിഷൻസ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ ആയിരിക്കാനുള്ള സാധ്യതകൾ കാണുന്നു. നിങ്ങൾക്ക് അവിടെ ഡിസിഷൻ എടുക്കണമെങ്കിൽ, ഓക്കെ, അതൊരു ചാലഞ്ചാണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഡിസിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും സമാധാനമായിട്ടിരിക്കുക. എപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും സമാധാനമായി ഇരുന്നു കൊണ്ട്, സ്വസ്ഥമായി ഇരുന്നു കൊണ്ട് ആയിരിക്കാൻ സാധിക്കുന്നത്, ആ ഒരു സമയത്ത് വേണം നിങ്ങൾ എന്തൊക്കെ ഡിസിഷൻസ് എടുക്കണോ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് അനലൈസ് ചെയ്യുക. അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണോ അത് നിങ്ങൾക്ക്, അപ്പൊ നിങ്ങൾ അങ്ങനെ സ്വസ്ഥമായ സമാധാനമായ സമയത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിന് നല്ലതായിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, അത് തിരഞ്ഞെടുക്കാൻ മുന്നോട്ട് പോവാം. ഒരിക്കലും ധൃതി വെച്ച് തീരുമാനങ്ങൾ എടുക്കാം. മറ്റുള്ളവർ പറയുന്നതിനെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുക, അത് പാടില്ല എന്ന് നിങ്ങളോട് എടുത്ത് പറയുന്നുണ്ട്. എപ്പോഴും ഒരു ലേണിംഗ് എനർജി വേണം. ഓക്കെ, പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്ന ഒരു സമയമാണ് സെക്കൻഡ് ഹാഫ്. പല കാര്യങ്ങളും ജീവിതത്തെ സംബന്ധിച്ചിട്ട്, റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ട് ഒക്കെ പുതിയ കാര്യങ്ങൾ, നിങ്ങൾ സ്നേഹത്തെ സംബന്ധിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, ജീവിതത്തെ സംബന്ധിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. അങ്ങനെ അമൂല്യമായ ചില പാഠങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ അനുഭവത്തിലൂടെ യൂണിവേഴ്സ് കൊണ്ടുവരുന്ന ഒരു കാലമാണ് നിങ്ങളുടെ സെക്കൻഡ് ഹാഫ്. അതിനോട് ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആകുക. ഓക്കെ, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്കായി സമയം കണ്ടെത്തണം. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ, നിങ്ങളുടെ ഒരു എന്താ പറയുക
വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ആരോഗ്യത്തിന് ടേക്ക് കെയർ ചെയ്യാനായിട്ട്, നിങ്ങളുടെ എന്താ പറയുക സ്കിൻ കെയർ, ഹെയർ കെയറിനൊക്കെ വേണ്ടി നിങ്ങൾ സമയം മാറ്റി വെക്കണം. അത് സമയം വേസ്റ്റ് ആക്കുന്ന അങ്ങനെ അതിനൊക്കെ ആയിട്ട് സമയം മാറ്റി വെക്കുമ്പോൾ സമയം വേസ്റ്റ് ചെയ്യാണ് എന്നൊരു ചിന്ത പാടില്ല. ഇമ്പോർട്ടൻ്റ് ആണ് അതും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആ ഒരു ഹയർ ഫ്രീക്വൻസിയിലായിരിക്കുന്നതിന് ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക. ലൈഫ് എൻജോയ് ചെയ്യാം. ലൈഫ് എൻജോയ് ചെയ്യാനുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിതം ആസ്വദിക്കാനുള്ള റിസോഴ്സസ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അത് എത്തുമ്പോൾ എന്ത് വേണം? നിങ്ങളത് സ്വീകരിച്ച് നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യണം. മനസ്സിലായോ? അത് അങ്ങനെ അത് കിട്ടുമ്പോൾ കൂടുതൽ കൂടുതൽ നിങ്ങൾ ഒതുങ്ങി പോവല്ല വേണ്ടത്. നിങ്ങൾക്കപ്പോൾ ജീവിതം എങ്ങനെ ആസ്വദിക്കണമോ അതേപോലെ ആസ്വദിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി ചെയ്യുക. അങ്ങനെയാണ് നിങ്ങളത് അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത്, അതിനെ റിസീവ് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഇത് കൂടുതൽ കൂടുതൽ ഇത്തരത്തിലുള്ള നല്ല നല്ല റിസോഴ്സസ്, ഓക്കെ, നിങ്ങൾക്ക് ലൈഫ് കൂടുതൽ എൻജോയ് ചെയ്യുന്നതിനും ആ എൻജോയിങ് എനർജി സസ്റ്റൈനബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വേണ്ടുന്ന റിസോഴ്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുക. ഡെഫിനറ്റ്ലി ഒരു സിംഗിൾ ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളോട് എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സമയമാണ് ഈ സെക്കൻഡ് ഹാഫ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സിംഗിൾ ലൈഫ്, ഓക്കെ, നിങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, വളരെയധികം ആ സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യുന്ന, സോളിറ്റ്യൂഡ് എൻജോയ് ചെയ്യുന്നു. അങ്ങനെ ഒരു കളക്റ്റീവിനെ ഞാനിവിടെ കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിന് നിങ്ങൾ ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആയിരിക്കണം. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരുപാട് അത് ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങളുടെ ഒരു ലോങ് ടേം, നിങ്ങളുടെ പെർമനന്റ് ഒരു മാരേജ് പോസിബിലിറ്റി ഉള്ള കണക്ഷൻ ആണ് ഈ വരുന്നത്. ഈ വ്യക്തി ഒരു പുതിയ എനർജി ആണെന്ന് കാണുന്നു. അത് ആ ഒരു എനർജി വരുമ്പോൾ ഇത് ഡെസ്റ്റിൻഡ് ആണ് എന്ന് മനസ്സിലാക്കുക. യൂണിവേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനുള്ള കൺഫർമേഷൻസ് ഒക്കെ തരും. ഓക്കെ, സയൻസ് ഒക്കെ തരും. അത് വിശ്വസിക്കുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ലിസൺ ടു യുവർ ഇന്നർ ഗൈഡൻസ്. ഓക്കെ, ലിസൺ ടു യുവർ ഇന്നർ ഗൈഡൻസ്. അതായത് ലൈഫിലേക്ക് ഒരാൾ വരുന്നു എന്നതിന്റെ അർത്ഥം സെൽഫ് ലവ് വേണ്ടാന്ന് വെക്കാം, അല്ലെങ്കിൽ അവരാരിൽ ഫോക്കസ് ചെയ്യുന്ന പരിപാടി നിർത്താം എന്നല്ല. ഇനി അതൊക്കെ ചെയ്യാൻ ഒരാൾ വരുന്നുണ്ടല്ലോ, അങ്ങനെയല്ല. നിങ്ങളുടെ സെൽഫ് ലവ് ജേർണി അത് അപ്പോഴും കണ്ടിന്യൂ ചെയ്യണം. നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം അത് പിന്നെയും വേണം. ഓക്കെ, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഇനി ഇതൊന്നും വേണ്ട എന്ന് വെക്കാൻ ഒരു ടെൻഡൻസി അത് പാടില്ല എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. ഇനിയിപ്പോ റിലേഷൻഷിപ്പ് അല്ലാത്ത ആളുകളോട് എന്താ പറയുക വെച്ചാൽ, പുതിയ എനർജീസ്, പുതിയ ബന്ധങ്ങൾ, ഓക്കെ, നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള പുതിയ ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പിന്റെ രൂപത്തിലൊക്കെ ആയിട്ട്. അപ്പൊ അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. യൂണിവേഴ്സ് കൊണ്ടുവരുന്നതാണ്, നിങ്ങളുടെ നല്ലതിനാകും എന്ന ഒരു ഉറപ്പോടെ അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. എന്താ ഡിസ്ട്രാക്റ്റഡ് ആകാതിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങളെ വിട്ടുകളയാൻ പാടില്ല എന്ന് പറയുന്നു. ലൈഫ് കുറേ കൂടെ സ്മൂത്ത് ആവുമ്പോൾ പിന്നെ ഒരു ലക്ഷ്യബോധം ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു കാര്യമായ ലക്ഷ്യമോ സ്വപ്നമോ ഒന്നും ഇല്ലാതെ ഇപ്പോൾ ഉള്ളതിൽ അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയി പോകാം, അങ്ങനത്തെ ഒരു ചിന്ത വരരുത്. മടി പിടിക്കരുത് എന്ന് പറയുന്നു. നിങ്ങൾ പുതിയ പുതിയ സ്വപ്നങ്ങൾ കാണാൻ, കൂടുതൽ ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി പരിശ്രമിക്കാം. സ്വപ്നം കാണുന്നത് നിർത്തരുത് എന്നും കൂടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതിനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഫോക്കസ്ഡ് ആയിരിക്കുക. ലൈഫിൽ എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ്ഡ് ആയിരിക്കുക. ഇത് നിങ്ങൾക്കുള്ള ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഗൈഡൻസ് ആണ്. അണ്ടർലൈങ് എനർജി നോക്കൂ, 4 of Wands. ഓക്കെ, വീണ്ടും ആ ഒരു ഡിവൈൻ യൂണിയന്റെ ആ ഒരു എനർജി നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആണ് എല്ലാ കാര്യത്തിലും എന്ന് ഉറപ്പുവരുത്തുക. ചില കാര്യങ്ങളിൽ നിങ്ങൾ ഒരു ഗിവിങ് എനർജി നിങ്ങളിൽ കൂടാൻ സാധ്യത കാണുന്നു. നിങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുക, പക്ഷെ നിങ്ങൾ ചെയ്യുന്നതിന്റെ 10-1 പോലും തിരിച്ചു കിട്ടാതിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ചിലവര് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ പക്ഷെ അത് തിരിച്ച് അതേപോലെ ഹെൽത്തി ആയിട്ട് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നില്ല. നിങ്ങളൊരു അതിന്റെ 10-1 തിരിച്ചു കൊടുക്കാത്തൊരവസ്ഥ അങ്ങനെ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ നിങ്ങൾ ഏത് എനർജിയിലാണ് ആയിരിക്കുന്നത് അതിലും ശ്രദ്ധ കൊടുക്കണം. പോസിറ്റീവ് എനർജി, ഓക്കെ, ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയിൽ എപ്പോഴും ആയിരിക്കാനായിട്ട് ശ്രമിക്കാം. അത് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക ഗുണം ചെയ്യും. നിങ്ങൾ പോസിറ്റീവ് എനർജിയിലായിരിക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ എൻകറേജ് ചെയ്യുമ്പോഴാണ് കൂടുതൽ പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ എപ്പോഴും ആ ഒരു പ്രതീക്ഷ കൈവിടാതിരിക്കുക, യൂണിവേഴ്സിലുള്ള വിശ്വാസം കൈവിടാതിരിക്കുക. നിങ്ങളുടെ ഭാവി അത് വരാനിരിക്കുന്ന ഒരു കാര്യമാണ്, അത് ഇനിയും സംഭവിക്കാതിരിക്കുന്നതാണ് അല്ലെ. അപ്പൊ അതിന്റെ ബെസ്റ്റ് കേസ് സിനാരിയോയിൽ ഫോക്കസ് ചെയ്യുക. നല്ല രീതിയിലാണ് കാര്യങ്ങൾ നടക്കുക, ആ ഒരു വിശ്വാസം നിങ്ങളിൽ ഉറക്കണം. അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ കുറെ കൂടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ അട്രാക്ട് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് നോക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ ഗൈഡൻസ് ഒരു പുതിയ ഡെക്ക് കൊണ്ടാണ് ചെയ്യുന്നത്.
ഇത് ഈ ഒരു ഡെക്കിന്റെ പേരാണ് എത്തീരിയൽ ബ്ലൂം ടാരോ. ഓക്കെ, ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. ഇതൊരു AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡെക്കാണ് കേട്ടോ. അപ്പൊ ഇതിലത്തെ ഇമേജസ് കണ്ടിട്ട് മീനിങ്ങിന് വ്യത്യാസമുണ്ട് അങ്ങനെ ചിന്തിക്കരുത്. മീനിങ് റൈഡർ റൈറ്റിന്റെ തന്നെയാണ് മീനിങ്, അതിൽ ഡിഫറൻസസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ 699 ഞാൻ ഈ ഡെക്ക് വാങ്ങിയത്. ഓക്കെ, അത്യാവശ്യം നല്ല ഡെക്ക് തന്നെയാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്, ഒരുപാട് കട്ടിയുള്ളതെന്നല്ല, പക്ഷെ എന്നാൽ തീരെ തിന്നുമായിട്ടുള്ള കാർഡ്സ് ഒന്നുമല്ല. ഇപ്പോൾ എന്താ പറയുക, ഞാൻ ഇതിപ്പോൾ എൻ്റെ ഫസ്റ്റ് യൂസ് ആണ്. പിന്നെ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് കുറേം കൂടെ ഓണസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേം കൂടെ കോൺക്രീറ്റ് ആയിട്ടുള്ള റിവ്യൂ ഇതിനെക്കുറിച്ച് കിട്ടും. പക്ഷെ എന്നാലും ഒരു ബിഗിനർ ലെവലിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കാണ്. നിങ്ങൾക്ക് ഒരു വെറൈറ്റി ഇലസ്ട്രേഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഗൈഡൻസസ് ആണ് ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് അവരെ 2026 സെക്കൻഡ് ഹാഫിലേക്കായിട്ട് യൂണിവേഴ്സിന് നൽകാനുള്ളത്. ഞാൻ കേട്ടത് നെവർ സ്റ്റോപ്പ് ലവിങ് യുവർ സെൽഫ്. നിങ്ങളെ സ്നേഹിക്കുന്നത് ഒരിക്കലും നിർത്താൻ പാടില്ല. അപ്പൊ നിങ്ങളിൽ മിക്കരും ആ ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നവർ തന്നെയാണ്. പ്രത്യേകിച്ച് സിംഗിൾ ആയിട്ടുള്ളവർ ആ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അത് നിർത്താൻ പാടില്ല. ഓക്കെ, നിങ്ങളോട് പറയുന്നു ഡിസിഷൻ എടുക്കുന്നതിന് നിങ്ങൾ സമയം എടുത്തോളൂ. ഡിസിഷൻസ് എടുക്കുന്നതിന് നിങ്ങൾക്ക് സമയം എടുക്കാം, പക്ഷെ വൺസ് നിങ്ങൾ ഒരു കാര്യം ഡിസൈഡ് ചെയ്താൽ പിന്നെ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഒരു എന്താ ആ ഒരു ഡിസിഷൻസിൽ നിന്ന് പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ ആദ്യം ഒന്ന് തീരുമാനിച്ചു പിന്നെ വേറെ പിന്നെ വീണ്ടും വേറെ അങ്ങനെ പാടില്ല എന്നെടുത്ത് പറയുന്നുണ്ട്. പിന്നെ തോട്ട്സ്, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് തോട്ട്സ്. മേക്ക് ഷുവർ നിങ്ങൾ എൻകറേജ് ചെയ്യുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സും ബെസ്റ്റ് കേസ് സിനാരിയോസും ആണ് എന്നുള്ളത് ഉറപ്പുവരുത്താം. നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നു. അപ്പൊ അതിനെ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയ രീതിയിൽ കൺട്രോൾ ചെയ്യാം. ലവേഴ്സ് കാർഡാണ് പിന്നെ കിട്ടിയിട്ടുള്ളത്. Clarify the lovers. Don't resist the change. നിങ്ങൾക്ക് അലൈൻഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് സെക്കൻഡ് ഹാഫ്. ആ വരുന്ന മാറ്റങ്ങളെ ദയവ് ചെയ്ത് റെസിസ്റ്റ് ചെയ്യാതിരിക്കുക, തടയാൻ ശ്രമിക്കാതിരിക്കുക. ആ മാറ്റങ്ങൾ സംഭവിക്കട്ടെ. എസ്പെഷ്യലി നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ പ്രത്യേകിച്ച് ആ ഡെസ്റ്റിൻ പാർട്ട്ണർ കടന്നു വരുന്ന സമയമാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഇറ്റ്സ് സപ്പോസ് ടു ഹാപ്പൻ. ഈ ഒരു സമയത്ത് നടക്കണം. അപ്പൊ നടക്കുന്നതിനെ അനുവദിക്കുക. ഹെൽത്തി ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക. ഓപ്പൺ ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രാക്ടീസ് ചെയ്യുക. നോ പറയേണ്ടോടത്ത് നോ പറയാം. നിങ്ങൾക്ക് എന്ത് ഡിസേർവ് ചെയ്യുന്നു, നിങ്ങൾ എന്തിനെ അർഹിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾ അർഹിക്കുന്നത്, ഏതൊരു കാര്യത്തിലും നിങ്ങൾ എന്താണ് അർഹിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒരു എന്താ പറയാ, നിങ്ങൾക്ക് അറിയണം നിങ്ങൾ എന്താണ് അർഹിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. അത്തരം നിങ്ങൾ അർഹിക്കുന്ന ഊർജങ്ങളെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താം. നിങ്ങൾക്ക് അർഹതയില്ലാത്ത ഊർജങ്ങളെ ദയവ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ സമാധാനം നശിപ്പിക്കുന്ന എന്തൊരു കാര്യം, അത് പ്രത്യേകിച്ച് ചിന്തകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങളോട് പറയുന്നു. അതുപോലെ തന്നെ പാസ്റ്റിൽ ഇനിയും ഹോൾഡ് ഓൺ ചെയ്യുന്നതിൽ അർത്ഥമില്ല. കൈവിടേണ്ട സമയമാണ്. അത് അവസാനിച്ചു പോയ ഒരു കാര്യമാണ്. ഇനി പുതിയതിലേക്ക് വേണം ശ്രദ്ധ കൊടുക്കാൻ എന്ന് പറയുന്നു. പിന്നെ ചിന്തകൾ ഈ പറഞ്ഞ പോലെ അതാണ് നമ്മൾ നേരത്തെ കണ്ടത്, ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ ഒരു പക്ഷേ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധ കൊടുക്കുക. ഒരു കാര്യങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ ചിന്തകൾ വരുമ്പോൾ അത് ഓവർ തിങ്കിങ് ആണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അവിടെയാണ് നിങ്ങൾ ആ ഡിവൈൻ മെസ്കുലിൻ എനർജി യൂസ് ചെയ്യുന്നത്. 9 ഓഫ് പെന്റിക്കിൾസ് വീണ്ടും നിങ്ങളോട് പറയുന്നു സെൽഫ് കെയർ, സെൽഫ് ലവ് അത് ഒരു നെഗോഷ്യബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതെന്തായാലും നിങ്ങൾ ചെയ്തിരിക്കണം. അതെന്തായാലും ചെയ്തിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കുന്നത് നിർത്താൻ പാടില്ല എന്തൊരു സാഹചര്യത്തിലും. ആ ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അതിനെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. സെൽഫ് ലവ് നിർത്താതിരിക്കാൻ പറയുന്നു. പിന്നെ ലൈഫിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ചേഞ്ചസ്, ഒരു പ്രോഗ്രസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് സസ്റ്റൈനബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അപ്പോഴാണ് നിങ്ങൾ ആ വരുന്ന സാമ്പത്തിക ഉയർച്ചയെ നിങ്ങൾ കൃത്യമായിട്ട് അതിനെ അക്നോളജ് ചെയ്യുന്നത്.
നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടായി, പക്ഷെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഉള്ളതിൽ തന്നെ നിൽക്കുകയാണ്, ഒരു മാറ്റവും നിങ്ങൾ അതിൽ കൊണ്ടുവരുന്നില്ല. ഇങ്ങനെയാകുമ്പോൾ നിങ്ങൾ ആ വരുന്ന പണത്തിന് നിങ്ങൾ കാര്യമായ വില കൽപ്പിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുക. അതാണ് ഒരു എനർജറ്റിക്കലി നിങ്ങൾ നൽകുന്ന മെസ്സേജ്. അപ്പൊ ആ വന്ന പണം എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടാണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് പോകും. കാരണം അത് നിങ്ങൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ വേണ്ട വിധം അക്നോളജ് ചെയ്യുന്നില്ല. അതേസമയം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ചെറിയ ഒറ്റയടിക്ക് ലൈഫ് സ്റ്റൈൽ അങ്ങോട്ട് ആകെ മാറ്റിമറിക്കണം എന്നല്ല പറയണേ, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരിക. ആ ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ തന്നെ അത് ഒരുപാട് നിങ്ങൾക്ക് എന്താ പറയുക, അത് നിങ്ങളപ്പോൾ എന്താ കാണിക്കണം, യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്ന മെസ്സേജ് എന്താ വെച്ചാൽ, ഓക്കെ, ആ വരുന്ന പണത്തിനെ ഞാൻ അക്നോളജ് ചെയ്യുന്നു, അതിലൂടെ എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച മാറ്റങ്ങൾക്ക് ഞാൻ തുടക്കമിട്ടിരിക്കുന്നു. നിങ്ങൾ ആ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടാണ് ചെയ്തത്. ഒരൊറ്റ ഒരു കാര്യം, ഒരു ചേഞ്ച് ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവന്നതോടുകൂടെ. ഓക്കെ, അങ്ങനെ ആകുമ്പോഴാണ് പിന്നെയും പിന്നെയും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് കംപ്ലീറ്റ്ലി എത്തുന്നതിന് വേണ്ടുന്ന രീതിയിൽ നിങ്ങളിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ അത് വന്നതുപോലെ തന്നെ തിരിച്ചു പോകും. ഓക്കെ, നെവർ സ്റ്റോപ്പ് ലേണിംഗ് എന്നും കൂടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ പല മേഖലകളിലും ഒരുപാട് കാര്യങ്ങളിൽ അറിവ് നേടുന്നതിന് വേണ്ടുന്ന അവസരങ്ങൾ 2026 സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഒരവസരത്തിനെയും വിട്ടുകളയാതിരിക്കുക. പരമാവധി നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കാനാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്യാപ്സ്യൂൾ ക്ലൂ ഉണ്ടെങ്കിലാണ് ഈ റീഡിംഗ് നിങ്ങൾക്കുള്ളതാകാം കേട്ടോ. നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ക്ലൂ പോലും ഇല്ല എന്നാണെങ്കിൽ ബാക്കി 2 ഗ്രൂപ്പിലത്തെ റീഡിങ്സ് നിങ്ങൾ കാണേണ്ടതാണ്. പിന്നെ ഇതിൽ ടൈം റിലേറ്റഡ് ആയിട്ടുള്ള ക്ലൂസ് നമുക്ക് ലഭിക്കും. അതിൽ നിങ്ങളുടെ പറയുന്നത് നിങ്ങളുമായി കണക്ട് ചെയ്യുന്ന ക്ലൂസ് ഉണ്ടാവും, പക്ഷേ ഈ ടൈം റിലേറ്റഡ് ആയിട്ടുള്ള ക്ലൂസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ചില സമയങ്ങൾ, ചില തീയതികളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഗ്രൂപ്പ് 2 പെട്ടുള്ള കളക്റ്റീവ്സുമായി ബന്ധപ്പെട്ട് ഉള്ള ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ തീയതികളാണ് എടുക്കുന്നത്. 3, 13, 15, 28. ഓക്കെ, പിന്നെ ദിവസങ്ങൾ കിട്ടിയിട്ടുണ്ട്. വ്യാഴാഴ്ച, അതുപോലെ ശനിയാഴ്ച. പിന്നെ നമുക്ക് രാശികൾ കിട്ടിയിട്ടുള്ളത് കന്നി രാശി, കുംഭം രാശി, തുലാം രാശി, വൃശ്ചികം രാശി കിട്ടിയിട്ടുണ്ട്. മാസങ്ങൾ കിട്ടിയിട്ടുള്ളത് ഇടവം, വൃശ്ചികം, ധനു. ഓക്കെ, പിന്നെ നമുക്ക് ജന്മനക്ഷത്രങ്ങൾ കിട്ടിയിട്ടുള്ളത് ചിത്തിര, പൂരം, അത്തം, പൂരാടം. ഇനി നമുക്ക് അക്ഷരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം തുടങ്ങുന്ന അക്ഷരങ്ങൾ, നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ൽ, ല, ഇർ, ഠ, ധ, ഘ, ധ, ഠ, ഢ, ൾ, ദ, ജ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. വളരെ നല്ല ഒരു 2ാം പകുതി 2026 ആശംസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം.
നിങ്ങളുടെ 2026 രണ്ടാം പകുതി എങ്ങനെയാകും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഓവറോൾ എനർജിയാണ് നോക്കുന്നത്. 2026 രണ്ടാം പകുതി ഗ്രൂപ്പ് ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് ആ ഒരു സമയത്ത് ഓവറോൾ എനർജി അവർക്ക് എങ്ങനെയാകും? 2026 രണ്ടാം പകുതിയുടെ ഓവറോൾ എനർജി ഗ്രൂപ്പ് 3ക്ക് എങ്ങനെയാകും? ഓക്കെ, നമുക്ക് 9 of swords കിട്ടിയിട്ടുണ്ട്. ക്ലാരിഫൈ ദ നമ്പർ ഓഫ് swords. Ten of swords. ഓക്കെ, ക്ലിയർ എൻഡിങ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 10 of wands. 10 of wands. 4 of swords. 9 of wands. ഇത് ഒരു ക്ലോഷർ ആണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് ഹാഫിൽ 2026 സെക്കൻഡ് ഹാഫിൽ ഗ്രൂപ്പ് 3 നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളെ ടെൻഷൻ അടുപ്പിക്കുന്ന, നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ ഉറക്കമില്ലാത്ത രാത്രികൾ തരുന്ന ചില വസ്തുക്കളുണ്ട് നിങ്ങളുടെ ലൈഫിൽ, ചില സംഭവങ്ങളുണ്ട്, ചില ഊർജങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട് ഈ സെക്കൻഡ് ഹാഫിൽ. മാത്രമല്ല നിങ്ങൾക്ക് ബേർഡൻ ആയിട്ടുള്ള, നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആ ഒരു മുന്നോട്ട് പോകുന്നതിനെ അതിൽ കാലതാമസം സൃഷ്ടിക്കുന്ന ഊർജങ്ങളെയും നിങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു മേജർ റിലീസ് നിങ്ങൾക്ക് സംഭവിക്കുന്ന, റിലീസിങ്, എൻഡിങ്, അവസാനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് 2026 സെക്കൻഡ് ഹാഫ്. നിങ്ങൾക്ക് അവിടെ ഒരു മേജർ ഹീലിംഗ് ആണ് അതിലൂടെ സംഭവിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ആ ഒരു സ്ട്രഗിൾസ്, നിങ്ങൾ ഇപ്പോൾ ഇത്രയും നാളായിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ട് വന്നിരുന്ന ആ സ്ട്രഗിൾസ് ഉണ്ട്, ഓവർകം ചെയ്തിരുന്ന ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്, അതിലൊരു വിജയമാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ആ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ നിങ്ങൾ വളരെ വിജയിച്ച് നിങ്ങൾ പുറത്ത് കടക്കുന്നതായിട്ട് കാണുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് മനസ്സമാധാനം നിറഞ്ഞ ഒരു സമയവും ആവുന്നുണ്ട്. അതായത് നിങ്ങൾ വളരെയധികം ഹീൽഡ് ആകുന്നു. ഈ എനർജീസ് ഒക്കെ നിങ്ങൾ വിട്ടു പോകും തോറും, ഓരോ എനർജിയും ഈ പറഞ്ഞത് നിങ്ങൾ വിട്ടു പോകുമ്പോൾ അവസാനങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സമാധാനമാണ് ഉണ്ടാവുക. ഓക്കെ, കുറേയും കൂടെ ഒരു സമാധാനം, ഒരു സന്തോഷം, ഒരു ബാലൻസ്ഡ് എനർജി ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് കാണുന്നുണ്ട്. യെസ്, നിങ്ങൾ വളരെ ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയാണ്. നിങ്ങൾ എന്താ പറയാ, എന്തൊരു കാര്യങ്ങളുടെ ലൈഫിൽ അത് അതിൻ്റെ നടക്കേണ്ട സമയത്ത് നടക്കാൻ നിങ്ങൾ അനുവദിക്കുന്നു. ഒന്നിനും വേണ്ടി ധൃതിയില്ല, ഒന്നിനെയും കുറിച്ച് ആശങ്കയില്ല. വളരെ ഒരു സമാധാനത്തിൽ ജീവിതത്തിൽ ആ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്ത് അങ്ങനെ വളരെ സമാധാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു എനർജി, വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു എനർജി. ഓക്കെ, ഒരു ലോങ് ടേം ആയിട്ടുള്ള ചില പുതിയ ബിഗിനിങ്, പുതിയ തുടക്കങ്ങൾ ലൈഫിൽ ഉണ്ടാവും. ഓക്കെ, അത് കുറച്ച് നാൾ വന്ന് പോകുന്നതല്ല, പെർമനന്റ് ആയിട്ടുള്ള ചില ന്യൂ ബിഗിനിങ്സ് ലൈഫിൽ സംഭവിക്കാനൊരു സാധ്യതയുണ്ട്. നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കരിയർ വൈസ് അല്ലെങ്കിൽ ഫൈനാൻസ് വൈസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ എത്തുന്ന, അല്ലെങ്കിൽ ആ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക്, ഒരു സ്റ്റേബിൾ സെക്യൂർ ആയിട്ടുള്ള നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നിങ്ങൾ കടക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സെക്കൻഡ് ഹാഫ് 2026. പറഞ്ഞ പോലെ ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഡെസ്റ്റിൻഡ് ആണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈഫിലും ഒരു ട്രാൻസ്ഫോർമേഷൻ, ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്നത്, നിങ്ങളൊരു ലൈഫിൽ കാര്യമായിട്ടുള്ള ഒരു ഷിഫ്റ്റ് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു 2026 സെക്കൻഡ് ഹാഫ്. ഓക്കെ, 6 of wands ആണ് അണ്ടർലൈങ് എനർജി. എന്ത് തന്നെയാണോ ഈ മാറ്റങ്ങൾ, അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണമാണ് കൊണ്ടുവരുന്നത്. നിങ്ങളുടെ കോൺഫിഡൻസ് അത് കൂടുതൽ കൂട്ടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ്സ്, കൂടുതൽ സ്റ്റെബിലിറ്റി, കൂടുതൽ അബണ്ടൻസ്, പ്രോസ്പെറിറ്റി, സക്സസ് ഒക്കെയാണ് നിങ്ങൾ അതിലൂടെ അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ടെൻഷൻ വേണ്ടതില്ല. മാറ്റങ്ങൾ, അവസാനങ്ങൾ എന്നൊക്കെ കേൾക്കുമ്പോൾ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങളുടെ ഭാഗത്ത് നോക്കുമ്പോൾ നിങ്ങൾ റിലാക്സ്ഡ് ആകുന്നു, നിങ്ങൾ കൂടുതൽ ഹാപ്പി ആകുന്നു, നിങ്ങൾക്ക് കൂടുതൽ സന്തോഷിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, ആ ഒരു എംപറസ് എനർജിയിലായിരിക്കുക എന്ന് പറയുമ്പോൾ വളരെ ഫ്രീ ആയിട്ട്, വളരെ റിലാക്സ്ഡ് ആയിട്ട് ലൈഫ് അങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്ന ഒരു എനർജിയാണ്. എല്ലാം ഉണ്ട്, വേണ്ടതെല്ലാം ഉണ്ട്, വേണ്ടതിന് ആവശ്യത്തിന് കൂടുതൽ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ വെച്ച് എൻജോയ് ചെയ്ത് വരുന്ന മാറ്റങ്ങളെയൊക്കെ സ്വീകരിച്ച്
ഒരു തരത്തിലും അതിന് ഇന്റർഫിയർ ചെയ്യാൻ ശ്രമിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് എംപ്രസ്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എംപ്രസ് കാർഡ് വന്നതുകൊണ്ട് തന്നെ എന്താ പറയാ, ഒരു ഫാമിലി എക്സ്പാൻഷൻ, അതായത് ചൈൽഡ് ബർത്ത്, പ്രഗ്നൻസിയുടെ സാധ്യതകൾ കാണുന്നു. പിന്നെ ഈ പറയുന്ന പോലെ മാരേജിന്റെ സാധ്യതകൾ കാണുന്നുണ്ട്. പിന്നെ ഗ്ലോ അപ്പ്, നിങ്ങൾക്ക് ഗ്ലോ അപ്പ് ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഇനി 2024 രണ്ടാം പകുതിയിൽ ഗ്രൂപ്പ് 3യിലേക്ക് വരുന്ന, ഗ്രൂപ്പ് 3യിൽ ഉൾപ്പെട്ടിട്ട് കളക്ടീവ്സിന്റെ ജീവിതത്തിലേക്ക് വരുന്ന അവർ തേടിയെത്തുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? Clarify the Eight of Swords. ഓക്കെ, അപ്പോൾ ചില സിറ്റുവേഷൻ ഉണ്ട്, ആ സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്ക് ആണ് എന്ന് കാണുന്നുണ്ട്. ആ സ്റ്റക്ക് എനർജി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറേയൊക്കെ നിങ്ങൾ തന്നെ ചിന്തിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒബ്സ്റ്റക്കിൾസ് ആണ്. പക്ഷെ നിങ്ങൾക്ക് അവിടെ നിന്ന് പുറത്ത് കടക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ട്രാപ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഈ 2022 രണ്ടാം പകുതിയിൽ ഇതിൽ നിന്ന് പുറത്ത് കടക്കുന്നതിന് വേണ്ടുന്ന അവസരങ്ങൾ, നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് എങ്ങനെ പുറത്ത് കടക്കണമെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നു. അപ്പൊ അതിന് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്ത് ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണോ എന്ന് നോക്കാനും അന്വേഷിക്കാനും ആ അവസരങ്ങളെ കാണുമ്പോൾ തിരിച്ചറിയാനും ഇത് ഉപയോഗിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ട്രാപ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ്, ഡിസഗ്രിമെന്റ്സ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ലൈഫിൽ എന്നുണ്ടെങ്കിൽ അതൊക്കെ അവസാനിക്കുന്നുണ്ട്. ഈ ഒരു കോമ്പറ്റീഷൻ, ഈ ഒരു ഫേസിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ്, ഡിസഗ്രിമെന്റിൽ നിങ്ങൾക്ക് ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഒരുപാട് ഡീപ് വൂൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുകയാണ്, അത് അവസാനിച്ച് നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കുകയാണ്. നിങ്ങൾ അതോടുകൂടെ തന്നെ നിങ്ങളൊരു സ്ട്രോങ് ബൗണ്ടറീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. നിങ്ങൾ ഈ അനുഭവങ്ങളുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ നോ പറയാൻ നിങ്ങൾ പഠിച്ചിരിക്കുകയാണ്, നിങ്ങൾ നോ പറയാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ സ്ട്രോങ് ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് നടക്കുന്നുണ്ട്. നിങ്ങളിൽ സ്ട്രോങ് എയർ സൈൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ ഒരു എയർ സൈൻ സീസണിലാണ് ഈ പറയുന്ന ബ്ലെസ്സിങ്സ് കൂടുതലായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, ജെമിനി, ലിബ്ര, അക്വേറിയസ്. നിങ്ങളുടെ ആ ഒരു സ്വോർഡ് എനർജിയുടെ ഫെമിനിൻ മെസ്കുലിൻ യൂണിയൻ ആണ് കാണുന്നത്. നിങ്ങളുടെ ഉള്ളില് ആ ഒരു കിങ് ഓഫ് സോർട്സ്, ക്വീൻ ഓഫ് സോർട്സ് എനർജിയിൽ ഉള്ള ഒരു യൂണിയൻ ആണ് ഞാൻ നിങ്ങൾക്ക് കാണുന്നത്. നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യമാണ് കേട്ടോ, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിന്റെ കാര്യമല്ല പറയണേ. നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത നല്ല മാറ്റങ്ങൾ, ഓക്കെ, ട്രാൻസ്ഫോർമേഷൻസ്. കാരണം നമ്മൾ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് സംസാരിക്കണേ. നിങ്ങൾക്ക് വളരെ നല്ല നല്ല മാറ്റങ്ങൾ, എസ്പെഷ്യലി നിങ്ങൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങളൊരു ബാഡ് ലക്ക് അല്ലെങ്കിൽ ഒരു ഫെയിലിയർ ഒക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിൽ നിന്നാണ്, ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്, ആ ചേഞ്ച് ഉണ്ടാകുന്നത്. ഓക്കെ, വാ, ഞാൻ സ്പിരിച്വൽ യൂണിയൻ എന്ന് കേൾക്കുന്നു. കാരണം ഹൈ പ്രീസ്റ്റസ്, ഹയറോഫന്റ് എന്ന് പറയുന്നത് ഒരു കൗണ്ടർ പാർട്ട് എനർജി തന്നെയാണ്. പക്ഷെ സ്പിരിച്വൽ ലെവലിലുള്ള ഒരു കൗണ്ടർ പാർട്ട് എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പൊ നിങ്ങളിൽ ആ ഒരു പക്ഷേ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് യൂണിയനെ കുറിച്ചായിരിക്കും അത് സംസാരിക്കണേ. ഓക്കെ, യെസ്, അതിന് സാധ്യതയുണ്ട്. ഡിവൈൻ ടൈമിങ്, പിന്നെ വേൾഡ് കാർഡ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങളിൽ ഒരു സ്പിരിച്വൽ അവേക്കണിങ് സംഭവിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് സ്പിരിച്വലി നിങ്ങൾ കൂടുതൽ അവെയർ ആകുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ഹയർ കോൺഷ്യസിനെ കുറിച്ച് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ കോൺഷ്യസ് കൂടുതൽ അവേക്കൻഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ യൂണിവേഴ്സിന്റെ ഒരു അപ്രൂവൽ കിട്ടുന്നതായിട്ട് കാണുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഒരുപാടായിട്ട് ആഗ്രഹിച്ച് അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അവസാനം യൂണിവേഴ്സ് അതിനോട് യെസ് പറയുന്ന ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു സെക്കൻഡ് ഹാഫില്. പിന്നെ അതുപോലെ നിങ്ങൾ കൂടുതൽ കുറെ കാര്യങ്ങൾ സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെയധികം സ്ട്രോങ്ങർ ആകുന്നതായിട്ട് കാണുന്നു. ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജി നിങ്ങളിൽ വളരെയധികം അവേക്കൻഡ് ആകുന്നുണ്ട്. ആ എനർജി വളരെ സ്ട്രോങ് ആകുന്നുണ്ട്.
ഓക്കെ. യെസ്, ഒരു നിങ്ങളുടെയും നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിന്റെ, എസ്പെഷ്യലി നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിന്റെ ഒരു ഡിവൈൻ യൂണിയന്റെ ഒരു സാധ്യതയും ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ഹയർ ലെവൽ യൂണിയൻ ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഓൾറെഡി സംഭവിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, ഓൾറെഡി ആ 5D വേർഷനിൽ നിങ്ങൾക്ക് ആ ഒരു യൂണിയൻ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ കണക്റ്റഡ് ആണ്, നിങ്ങൾക്കത് അറിയാം എങ്കിൽ ആ ഒരു 3D വേർഷൻ, അതായത് ഫിസിക്കൽ റിയാലിറ്റിയിൽ നിങ്ങൾ ഈ വ്യക്തിനെ നേരിട്ട് കണ്ടുമുട്ടുന്ന, ഫിസിക്കൽ റിയാലിറ്റിയിൽ ആ വ്യക്തി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന ഒരു സമയം ആണ് ഈ സെക്കൻഡ് ഹാഫ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, വളരെ സ്പിരിച്വൽ കണക്ഷൻ ആണ്, ഒരു സ്പിരിച്വൽ യൂണിയൻ എന്നുള്ള ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. യാത്ര, റീലൊക്കേഷൻ ഒക്കെ ഇതിനായിട്ടൊരു കണക്ഷൻ ഉണ്ട് എന്ന് കാണുന്നു. ഓക്കെ, ഇനി എന്തൊക്കെ ചാലഞ്ചസ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കൂടുതലും നിങ്ങളുടെ ഒരു തീം പറയുകയാണെങ്കിൽ 2026 സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഹീലിംഗ് എനർജിയാണ്. മേജർ ചാലഞ്ചസ് എന്തൊക്കെയാണ് ഗ്രൂപ്പ് 3 ഫേസ് ചെയ്യാം? സമാധാനം നിലനിർത്താൻ നിങ്ങൾ കുറച്ച് പാടുപെടും. കാരണം നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന, നിങ്ങളെ പെട്ടെന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ചില സംഭാഷണങ്ങൾ, ചില വ്യക്തികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതെന്ന് വെച്ചാൽ അവരോട് നോ പറഞ്ഞ് അവരിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആകാണ് ചെയ്യുന്നത്. ആ ഒരു ബൗണ്ടറി എസ്റ്റാബ്ലിഷിങ് എനർജിയാണ്. അപ്പൊ അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതിന് വേണ്ടുന്ന അവസരങ്ങളാണ് ഇതൊക്കെയെന്ന് മനസ്സിലാക്കുക. അതിനെ നിങ്ങൾ പരിശീലിപ്പിക്കുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. പക്ഷെ പൊതുവെ നിങ്ങൾ ആ ഒരു സമാധാനത്തിന് പ്രാധാന്യം കൊടുത്ത് സമാധാനത്തില് ആയിരിക്കാൻ, സമാധാനത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ കുറച്ചൊന്ന് കഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും നിങ്ങൾക്കത്. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ, നിങ്ങളുടെ ആ ഒരു ഔട്ട്സൈഡ് വേൾഡ്, ചുറ്റുള്ള എനർജീസ് നിങ്ങൾ അത്രമേൽ നിങ്ങളുടെ ആ സമാധാനത്തിന്, നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടേതായ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ശരിക്കും ആക്ച്വലി വളരെയധികം അക്നോളജ് ചെയ്യേണ്ട, ഒരുപാട് സന്തോഷിക്കേണ്ട ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ അതിനെ വേണ്ട വിധം അക്നോളജ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നു. നിങ്ങൾ അതിനെ ഓക്കെ നടന്നു, നല്ല കാര്യം, ആ ഒരു എനർജിയിൽ പോവാണ്. ചിലപ്പോൾ കുറേ നാളുടെ നിങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കും അവസാനം നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾക്ക് ലഭിക്കുന്നത്. പക്ഷെ അത് കിട്ടുമ്പോൾ നിങ്ങൾ അതിനെ നിങ്ങൾക്ക് തന്നെ ഒരു ചിലപ്പോൾ ചിന്തിക്കും, ഇത് കിട്ടിയിട്ട് എനിക്ക് എന്തൊരു സന്തോഷമില്ലാത്ത എന്നങ്ങനെ. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഉണ്ടാകുന്നത് എത്ര ചെറിയ വിജയങ്ങളായിക്കോട്ടെ, എത്ര വലിയ വിജയങ്ങളായിക്കോട്ടെ, എല്ലാത്തിലും ഒരുപോലെ സന്തോഷിക്കുക, ഒരുപോലെ ആനന്ദിക്കുക. ഓക്കെ, നിങ്ങളുടെ കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ്, യൂണിവേഴ്സിന്റെ അനുഗ്രഹമാണ് ഈ ഓരോ എന്താ പറയാ വിജയങ്ങളും നേട്ടങ്ങളും എന്ന ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റില് നിങ്ങൾ റെഡി ആകുമ്പോൾ മാത്രം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി റെഡി ആകുമ്പോൾ മാത്രം ആ നെക്സ്റ്റ് റിലേഷൻ എന്നതിലേക്ക് പോവാം. മറ്റൊരാളുടെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് റെഡിയാണ്, അവർക്ക് വേണം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ റെഡി ആവാത്തത് കൊണ്ട് അങ്ങനെ ആ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ നിൽക്കരുത്. അത് സിംഗിൾ ആണെങ്കിലും മാരീഡ് ആണെങ്കിലും റിലേഷൻഷിപ്പിലായിട്ടുള്ള ആളുകളാണെങ്കിലും നിങ്ങളോടാണ് പറയുന്നത്. ഇനി സെപ്പറേഷൻ ഉള്ളവരാണെങ്കിലും നിങ്ങളോടാണ് പറയുന്നത്. നിങ്ങൾ റെഡി അല്ലെങ്കിൽ ആ റിക്കൺസിലിയേഷൻ വേണ്ട. നിങ്ങൾ റെഡി അല്ലെങ്കിൽ ആ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകണ്ട. നിങ്ങൾ എപ്പോൾ റെഡി ആകുന്നു അപ്പോൾ മാത്രം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുക. ഓക്കെ, എന്റെ പാർട്ട്ണർക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ താല്പര്യമുണ്ട്, എനിക്ക് താല്പര്യമില്ല, എന്നാലും സാറില്ലേ പാർട്ട്ണർക്ക് ഇഷ്ടമാണല്ലോ അപ്പൊ ചെയ്യാം, അത് വേണ്ട, അത് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. അപ്പൊ അതൊന്ന് ആ ഒരു ടെൻഡൻസി ഉണ്ടാവും. നിങ്ങൾ റെഡി അല്ലാഞ്ഞിട്ട് പോലും മറ്റാൾക്ക് വേണ്ടിയിട്ട്, ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണറുടെ സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ആ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക്, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്കൊരു ടെൻഡൻസി ഉണ്ടാവും. അത് ചെയ്യരുത്. കാരണം അത് ചെയ്യുമ്പോൾ നിങ്ങൾ അത് റിഗ്രറ്റ് ചെയ്യും. പിന്നീട് അത് റിഗ്രറ്റ് ചെയ്യും, വേണ്ടായിരുന്നു എന്ന് തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് വളരെയധികം ഒരു സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങളുടെ സർഫസ് ചെയ്യുന്ന സമയം, നിങ്ങളുടെ ഉള്ളിലുള്ള സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് എന്തൊക്കെയാണ്, ഇൻസെക്യൂരിറ്റീസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് സെക്കൻഡ് ഹാഫ്, 2026 സെക്കൻഡ് ഹാഫ്. എന്തിനാ അത് മനസ്സിലാക്കുന്നത്? അത് തിരിച്ചറിയുമ്പോൾ ഓക്കെ, ഇത് എൻ്റെ ഉള്ളിലുള്ള സെൽഫ് ഇൻഫ്ലിക്റ്റിംഗ് ബിലീഫ്സ് ആണ്, അല്ലെങ്കിൽ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ്, ഇത് എൻ്റെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റി ആണ് എന്ന് മനസ്സിലാക്കി അത് റിലീസ് ചെയ്യാണ് അപ്പോൾ ചെയ്യേണ്ടത്. അത് സർഫസ് ചെയ്യുന്നത് യൂണിവേഴ്സ് കാണിച്ചു തരാം, കണ്ടോ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു എനർജി ഉണ്ട് കേട്ടോ, അതിനെ കളയണം, അതിനെ റിലീസ് ചെയ്യണം എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക.
ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ട്, പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്, പോസിറ്റീവായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് സംഭവിക്കുന്നുണ്ട്, ബ്രേക്ക് ത്രൂസ് സംഭവിക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് കാര്യമായ നിങ്ങളുടെ തന്നെ നോട്ടബിൾ ആയിട്ടുള്ള ചില വിന്നിങ്സ്, ഓക്കെ, നിങ്ങളുടെ ചില വിജയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ കഷ്ടപ്പെട്ടതിന്റെ ഔട്ട്കം, ഓക്കെ, നിങ്ങൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നിങ്ങൾക്ക് ഈ 2026 രണ്ടാം പകുതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത് ലഭിക്കുമ്പോൾ അതിൽ നിങ്ങൾ അഭിമാനിക്കണം. അതിനെ ചെറുതായി കാണാൻ പാടില്ല. എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് ഞാനും ചെയ്തത്, അങ്ങനെ പാടില്ല, അങ്ങനെ കാണാൻ പാടില്ല. ഓക്കെ, പിന്നെ മാറ്റങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ്, വൺസ് ആ ഒരു ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നാണ് മാറ്റങ്ങൾ സംഭവിക്കുക. ആ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ അനുസരിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, അതിനൊരു തരത്തിലും തടയാൻ ശ്രമിക്കരുത്, അതിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കരുത്. അതിനനുസരിച്ച് ആ ഒഴുക്കിനനുസരിച്ച് പോകണം, ഒഴുക്കിനെതിരെ നീന്താൻ നോക്കരുത്. ആ ഒഴുക്ക് നിങ്ങൾക്ക്, ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രസ് നിങ്ങൾക്ക് വേണ്ടതാണ്, നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ടതാണ്. അപ്പൊ അതിനെ തടയാതിരിക്കുക. ഓക്കെ, അതുപോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നിങ്ങളുടെ എന്താ പറയുക, ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങളൊക്കെ ഈ രണ്ടാം പകുതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ആശങ്കയൊന്നല്ല വേണ്ടത്, നിങ്ങൾ സന്തോഷിക്കാം. ഓക്കെ, ഇതെന്താ ഇങ്ങനെ സംഭവിക്കണമെന്നല്ല. ഓക്കെ, എൻ്റെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് ഈശ്വരൻ ഫൈനലി എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നു, ആ ഡിവൈൻ ടൈമിങ്ങിൽ സംഭവിക്കുന്നു, എനിക്ക് ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി, അത്രേ വേണ്ടൂ. ഓക്കെ, എന്താ ഇങ്ങനെ സംഭവിക്കണേ? ഇപ്പോൾ കുറെ സന്തോഷങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്നുണ്ടല്ലോ, ഇനി എന്തെങ്കിലും സങ്കടപ്പെടാനുണ്ടാവും, അങ്ങനത്തെ ചിന്തകളൊന്നും ദയവ് ചെയ്ത് വരുത്തരുത്. ഓക്കെ, മനസ്സിലുണ്ടാവരുത്. സന്തോഷം വരുന്നത് കൂടുതൽ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ മാത്രം ചിന്തിക്കുക. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് നോട്ടബിൾ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ബ്രേക്ക് ത്രൂ, ഓക്കെ, സക്സസ്. അതായത് ഈ അച്ചീവ്മെന്റ്സിലൂടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ത്രൂ ഒക്കെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. അപ്പൊ നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാല്, ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ടാവുന്നത് അവിടെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവാണ് ഫോർ ദ ബെസ്റ്റ്. അങ്ങനെ മാറുമ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത പോലെ തന്നെയായിരിക്കും ആ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അവിടെ അതിന് വില കുറഞ്ഞു കാണരുത്. അത് നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമാണ്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ടാണ് എന്ന് മനസ്സിലാക്കി അതിൽ പ്രൗഡായി മുന്നോട്ട് പോവാം. ഓക്കെ, വളരെയധികം അവിടെ ഒരു പ്രൗഡ് എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ എത്രത്തോളം അതിനെ കഷ്ടപ്പെട്ടു എന്നുള്ളത് ഓർക്കുക. ആ കഷ്ടപ്പെട്ടതിന്റെ വിജയമാണ് ഇപ്പോൾ നിങ്ങളുടെ കൈകളിൽ ഇരിക്കുന്നത്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിൽ അത്രയും ആ ഒരു അവയർനെസ് എപ്പോഴും ഉണ്ടാവണം. മനസ്സിലാക്കിയിട്ട് ആ വിജയങ്ങളെ ആഘോഷിക്കണം. ഓക്കെ, അതിൽ നിങ്ങൾ അഭിമാനിക്കണം, അഹങ്കരിക്കരുത്, പക്ഷെ അഭിമാനിക്കണം. പിന്നെ ഇനി നമ്മൾ ഗൈഡൻസസ് ആണ് നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്രാവശ്യം ഗൈഡൻസസ് എടുക്കുന്നത് ഒരു പുതിയ ഡെക്ക് ഉപയോഗിച്ചിട്ടാണ്, എത്തീരിയൽ ബ്ലൂ ടാറോ. നിങ്ങളിൽ ചിലർ ഓൾറെഡി ടാറോ റീഡ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം കണ്ടിട്ടുണ്ടാവും. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്, 699 ആണ് ഇതിന്റെ റേറ്റ്. ഓക്കെ, ഇതൊരു AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡെക്കാണ് കേട്ടോ. അപ്പോൾ പിക്ചേഴ്സ് ഒക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒരു ബ്യൂട്ടിഫുൾ, ഒരു എത്തീരിയൽ, സെലസ്റ്റിയൽ, മാജിക്കൽ കൈൻഡ് ഓഫ് ഇമേജസ് ആണ് ഇതിൽ ഉള്ളത്. മീനിങ് റൈഡർ വൈറ്റിന്റെ തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇമേജസിൽ ഡിഫറൻസ് ഉണ്ടെന്ന് വെച്ചിട്ട് ഇന്റർപ്രിട്ടേഷൻസിൽ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഓക്കെ, നല്ലൊരു ഡെക്കാണ്, ഒരു ബിഗിനർ ലെവൽ ഡെക്ക് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു വ്യത്യസ്തമായ ഇല്ലസ്ട്രേഷൻ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങാം. എത്തീരിയൽ ബ്ലൂ ടാറോ, അതാണ് പേര്. നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം. അപ്പൊ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് 2026 രണ്ടാം പകുതിയിലേക്കായിട്ട് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ്: ഓവർ തിങ്കിങ് വേണ്ട, കാട് കയറിയിട്ടുള്ള ചിന്തകൾ അവസാനിപ്പിക്കുക. നിങ്ങളുടെ ഉള്ളില് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് എന്താണ്, നിങ്ങളുടെ ഉള്ളിലെ സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ് എന്താണ്, അത് സർഫസ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ സെൽഫ് ലിമിറ്റിംഗ് ബിലീവ് ആണ്, ഇത് എൻ്റെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റി ആണ് തിരിച്ചറിഞ്ഞ് അതിനെ റിലീസ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുക. സ്വയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഇനി സ്വയം കണ്ടെത്താൻ സാധിക്കാത്തത് ഈ പറഞ്ഞ പോലെ ചില സാഹചര്യങ്ങൾ അത് സർഫസ് ചെയ്യും. സർഫസ് ചെയ്യുമ്പോൾ ഓക്കെ, ഇത് എൻ്റെ ഉള്ളിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി ആണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക. പുതിയ തുടക്കങ്ങൾ, ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ കഷ്ടപ്പാടിനനുസരിച്ച് യൂണിവേഴ്സ് നിങ്ങൾ റിവാർഡ് ചെയ്യും. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു അതിനനുസരിച്ച് യൂണിവേഴ്സ് നിങ്ങൾ റിവാർഡ് ചെയ്യുമ്പോൾ ആ റിവാർഡ് നിങ്ങൾ സ്വീകരിക്കണം. അതിനോട് ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കണം. ഫോക്കസ്ഡ് ആയിരിക്കാം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ ഹീലിംഗ്, നിങ്ങളുടെ ലൈഫിൽ ബേസിക്കലി നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കാം. ഡിസ്ട്രാക്റ്റഡ് ആക്കാൻ പല കാര്യങ്ങളും ചുറ്റും നടക്കും, അതിലല്ല ശ്രദ്ധ കൊടുക്കേണ്ടത്. നിങ്ങളിലും നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിന്റെ ഉന്നമനത്തിലാണ് ഈ 2022 രണ്ടാം പകുതിയിൽ നിങ്ങൾ ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടത്. ഓക്കെ, ഏതൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപും നല്ലവണ്ണം ആലോചിക്കാം. ഒറ്റയ്ക്കിരുന്ന് ശാന്തമായ മനസ്സോടെ ഇരുന്ന് ആലോചിക്കുമ്പോൾ
ശരിയായ തീരുമാനം എന്താണ്, ശരിയായ ചോയ്സ് എന്താണെന്ന് നിങ്ങളുടെ മുന്നിൽ സ്വാഭാവികമായിട്ട് വെളിപ്പെടും. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോവുക. ധൃതി വെച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. എന്ത് എനർജി നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതേ എനർജി തന്നെ നിങ്ങളും നിങ്ങളുടെ ചിന്തകളിൽ, നിങ്ങളുടെ പ്രവൃത്തികളിൽ, നിങ്ങളുടെ വാക്കുകളിൽ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ വരണം, കൂടുതൽ സംഭവിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക. അതായത് നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നടക്കാനിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് സംസാരിക്കുക, പോസിറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അങ്ങനെ ആകുമ്പോൾ ആ എനർജി നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ടെമ്പററി ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഹാർട്ട് ബ്രേക്സ്, വൂൺസ്, ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിനെ ഡിഫൈൻ ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. വേദനിപ്പിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ. ഓക്കെ, ആ വേദനയിൽ ഫോക്കസ് ചെയ്ത് എന്നാൽ എനിക്ക് അങ്ങനെ സംഭവിച്ചില്ല, ഇന്ന കാരണം കൊണ്ടാണോ, ഇന്നതാണോ റീസൺ, അങ്ങനെ വേണ്ട. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പൊ ആ ഇൻറ്റ്യൂഷനിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ കൊടുക്കണം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഗുണം ചെയ്യും. ഇനി സ്വസ്ഥമായ മനസ്സോടെ ഇരിക്കുക. എത്രത്തോളം റിലാക്സ്ഡ് ആയിട്ട്, എത്രത്തോളം സ്വസ്ഥമായിട്ട് നിങ്ങൾ ഈ 2026 ആയിരിക്കുന്നു, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ തെറാപ്പി, നിങ്ങൾക്ക് എന്താ പല കാര്യങ്ങളുണ്ട്. ചിലർക്ക് ചില ബുക്ക് വായിക്കുന്നതിലൂടെയാണ് ആ ഒരു സമാധാനം കിട്ടുന്നത്. ചിലർക്ക് ഈ പറഞ്ഞ പോലെ സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുമ്പോഴാണ് ഒരു സമാധാനം കിട്ടുന്നത്. ചിലർക്ക് ആ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് ആ ഒരു കിട്ടുന്നത്. ചിലർക്ക് ചില അമ്പലങ്ങൾ ദർശിക്കും, അല്ലെങ്കിൽ എന്താ പറയാ, ഈ പുണ്യസ്ഥലങ്ങൾ ഇൻ ജനറൽ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോഴൊക്കെയാണ്, അവിടെ പോകുമ്പോഴാണ്, ദേവാലയങ്ങളിൽ പോകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഈ സമാധാനം കിട്ടുന്നത്. അപ്പൊ എന്താണോ നിങ്ങളുടെ മനസ്സിന് സമാധാനം തരാനായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യം അത് കൺസിസ്റ്റന്റ് ആയി ചെയ്യുക. മനസ്സിന് സമാധാനം ഉണ്ടാകുമ്പോൾ, നിങ്ങൾ റിലാക്സ്ഡ് ആയിരിക്കുമ്പോഴാണ് ഈ 2026ന്റെ സെക്കൻഡ് ഹാഫ് നിങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ആകർഷിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോഴാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കുള്ളൂ. അപ്പോഴാണ് ഓരോ സാഹചര്യത്തിലും, ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും, ഓരോ ആക്ഷൻ എടുക്കുമ്പോഴും അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് നിർത്താൻ പാടില്ല എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിപ്പോ എൻഡിങ് ആണെങ്കിൽ പോലും, ഒരു കാര്യം അവസാനിച്ചു പോകണമെന്നാണെങ്കിൽ പോലും മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പൊ അവസാനിക്കുന്നതിന് പകരം എന്താണോ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത്, എന്ത് അവസാനിച്ചു പോകണം, അത് ഇന്നത് അവസാനിക്കണം എന്നല്ല നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. അതിന് പകരം എന്ത് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനെ മാനിഫെസ്റ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ വേദന ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടാകാം. പക്ഷെ അല്ലെങ്കിൽ ചെറിയ ചെറിയ രീതിയിലുള്ള ചില നിരാശകളൊക്കെ ഉണ്ടാകാം. അത് ലൈഫിനെ ഡിഫൈൻ ചെയ്യാൻ അനുവദിക്കരുതെന്ന്. ഓക്കെ, അതുപോലെ തന്നെ ഹീലിംഗ് ആണ് ഈ ഒരു സെക്കൻഡ് ഹാഫിലെ നിങ്ങളുടെ മെയിൻ തീം. ആ ഹീലിംഗിൽ ഫോക്കസ് ചെയ്യാൻ മുന്നോട്ട് പോവാം. റിലീസ് ചെയ്യേണ്ട എനർജീസിനെ റിലീസ് ചെയ്യുക വേണം. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്, ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. നിങ്ങൾക്ക് ഞാൻ ഗൈഡൻസിന്റെ ലാസ്റ്റ് സെക്ഷൻ കുറച്ചധികം കാർഡ്സ് എടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് കൂടുതലും ഈ ഒരു സെക്കൻഡ് ഹാഫ് ഹീലിംഗ് ഫോക്കസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫ് കുറേയും കൂടെ ബ്യൂട്ടിഫുൾ ആക്കുന്നതിന്, കുറേയും കൂടെ പീസ്ഫുൾ ആക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫ് ഉണ്ടാവും. മാത്രമല്ല ബെനിഫിറ്റ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സുമായി ബന്ധപ്പെട്ട് ഉള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഈ ക്യാപ്സ്യൂൾ ക്ലൂസിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ക്ലൂ ഉണ്ടാവണം കേട്ടോ, എന്നാൽ മാത്രമേ ഇത് നിങ്ങളുടെ റീഡിംഗ് ആവുള്ളൂ. നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ക്ലൂ പോലും ഇല്ലെങ്കിൽ നിങ്ങൾ ബാക്കി 2 ഗ്രൂപ്പിലത്തെ റീഡിംഗ് കാണേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം.
ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഫയൽ ഏതാണെന്ന് കുറേം കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുള്ളത്. ക്ലൂസ് കണക്ട് ചെയ്യണമെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് ഏതാണെന്ന് മനസ്സിലാക്കിയെടുക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്കിവിടെ ടൈം റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് തീയതികൾ, ദിവസങ്ങൾ, മാസങ്ങൾ, രാശികൾ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായി കണക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. നിങ്ങളുമായി കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൺഫർമേഷൻ ആണ്. അല്ലാതെ തന്നെ ഈ കിട്ടുന്ന ടൈം റിലേറ്റഡ് ആയിട്ടുള്ള ക്ലൂസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സെക്കൻഡ് ഹാഫിൽ ഈ പറയുന്ന സമയങ്ങൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ പറഞ്ഞ പല ചേഞ്ചസ്, ചാലഞ്ചസ്, ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഈ സമയങ്ങളിലായിരിക്കും. അപ്പൊ അതൊന്ന് ട്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ക്ലൂസ് നിങ്ങളെ സഹായിക്കും. നമ്മൾ ആദ്യം തന്നെ തീയതികളിലേക്ക് പോകുകയാണ്. 2, 5, 6, 7, 8, 12, 13, 14, 17, 22, 25, 26, 30. അപ്പൊ ഇതിൽ നിങ്ങളുടെ ജനന തീയതി ഉണ്ടാകാം. മകരമാസം നമുക്ക് കിട്ടിയിട്ടുണ്ട്. തുലാം രാശി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് 2 ദിവസങ്ങൾ കിട്ടിയിട്ടുള്ളത് വ്യാഴം, ശനി. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള നക്ഷത്രങ്ങൾ തിരുവോണം, തൃക്കേട്ട, പൂരാടം, അശ്വതി. ഓക്കെ, പിന്നെ നമുക്ക് ഇനി അക്ഷരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം തുടങ്ങുന്ന അക്ഷരങ്ങൾ നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങളാണ് ഇവിടെ ഉണ്ടാകുക. വ, എ, മ, ശ, ൺ, ഉ, ൽ, ല, ധ, ഫ, ൻ, ഇ, ദ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ്, മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകളും നേരെയാണ്. ഒപ്പം വളരെ നല്ല ഒരു അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു രണ്ടാം പകുതി 2026 ആശംസിക്കുന്നു. താങ്ക് യു.